കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നല്ല നാമം ഈ നല്ല പകലിൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ, ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ, മഹത്വത്തിൻ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിച്ച് ജയമെടുക്കുവാൻ വിശുദ്ധ ഞായറാഴ്ചയുടെ പകൽക്കാലം നമുക്കൊരു ശ്രേഷ്ഠകരമായ അവസരം കൂടെ ഒരുക്കി തന്ന, നല്ലൊരു അനുഭവം കൂടെ ഒരുക്കി തന്ന നല്ല കർത്താവിനെ ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നല്ല കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. റാധാന ഷഖ ഹൃദരേ ഷന്ധാരകന യേശുവിൻ നാമത്തിൽ നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ സ്നേഹത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ കരുതലിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഈ നല്ല പകലിലും ഞങ്ങളെ മൂടി മറച്ചിരിക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഈ കഴിഞ്ഞൊരാഴ്ചക്കാലം മുഴുവൻ ഞങ്ങളെ പരിപാലിച്ച അങ്ങയുടെ സ്നേഹത്തിനായി, അസാധ്യങ്ങളെ ഞങ്ങൾക്ക് മുമ്പിൽ സാധ്യമാക്കിയ അങ്ങയുടെ വൻ ശക്തിക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അങ്ങ് ഞങ്ങളെ കണ്ടറിഞ്ഞ കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ വഴി നടത്തിയ കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ ആദരിച്ച കൃപയ്ക്കായി, അങ്ങ് ഞങ്ങളെ മാനിച്ച കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ആ കർത്താവ് തന്ന സ്നേഹം നിമിത്തമാണ്, ആ ദൈവത്തിൻ്റെ കരുതൽ നിമിത്തമാണ്, അവൻ്റെ വഴി നടത്തൽ മുഖാന്തരമാണ് ഞാൻ ഇന്നും ഈ പകലിൽ ശേഷിച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ കരങ്ങളെ തട്ടി അന്യഭാഷകളെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. ഇനിയും വഴി നടത്തുവാൻ ശക്തനായ നല്ല കർത്താവിനെ, ഇനിയും നമ്മെ ക്ഷേമമായി പരിപാലിക്കുന്ന നല്ല കർത്താവിനെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കാതെ, ദുഷ്ടന്റെ കരങ്ങളിൽ പെട്ടുപോകാതെ, കെണികളെയും കുടുക്കുകളെയും പൊട്ടിച്ച് നമ്മെ പുറത്തു കൊണ്ടുവന്ന നല്ല കർത്താവിനെ ഈ നല്ല പകലിലും ഒരുമിച്ച് കരങ്ങളെ തട്ടി അന്യഭാഷകളിൽ യേശുവിൻ നാമത്തിൽ ഹോളിനകത്ത് അന്യഭാഷ മുഖരിതമായ അന്തരീക്ഷം ഒരുങ്ങട്ടെ. ഹോളിനകത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ജനം അന്യഭാഷകളിൽ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിക്കട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഒപ്പമായിരിക്കുന്നവർ ആധരങ്ങളെ തുറക്കുവാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ആയിരിക്കുന്നവർ ആധരങ്ങളെ തുറന്ന് ആ നല്ല കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. കരങ്ങളെ തട്ടുവാൻ കഴിവുള്ളവർ കരങ്ങളെ തട്ടി നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. നിനക്ക് വേണ്ടി കഴിഞ്ഞ ഒരാഴ്ച കാലം മുഴുവൻ ഉറങ്ങാതെ മയങ്ങാതെ കാത്തിരുന്ന നല്ല കർത്താവിന് അവൻ ഉറങ്ങാത്തത് കൊണ്ട്, അവൻ മയങ്ങാത്തത് കൊണ്ട്, അവൻ തളർന്നു പോകാത്തത് കൊണ്ട്, അവൻ മടുത്തു പോകാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രഭാതം എനിക്ക് കിട്ടിയെന്ന് തിരിച്ചറിയുന്നവർ മയങ്ങാത്ത നല്ല കർത്താവിനെ, ഉറങ്ങാത്ത നല്ല കർത്താവിനെ, ക്ഷമയോടെ നമ്മെ പരിപാലിച്ച നല്ല കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ. അങ്ങയുടെ നാമം മാത്രം ഉയരുന്ന, സകല മുഴങ്കാലും അങ്ങയുടെ നാമത്തിൽ മുൻപിൽ മടങ്ങുന്ന, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി സമർപ്പിക്കുന്ന, സ്വർഗവും ഭൂമിയും ഒരുപോലെ പ്രസാദിക്കുന്ന, ദൂതന്മാർ ആശ്ചര്യപ്പെടുമാർ ദൈവം പ്രസാദിക്കുന്ന, ആരാധന ഉയരുന്ന നല്ലൊരു പകൽക്കാലമാക്കി ഈ പകൽക്കാലത്തെ അങ്ങ് മാറ്റുവാൻ പോകുന്ന കൃപയ്ക്കായി അടിയനങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. സ്തുതി നിനക്കപ്പാ, സ്തോത്രം നിനക്ക് കർത്താവേ. സകലമാനവും മഹത്വവും പുകഴ്ചയും ഒക്കെയും ഈ നല്ല പകലിലും അങ്ങയ്ക്ക് മാത്രം തന്നെ ആയിരിക്കണമേ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. ലൈവിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടായിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, ഈ നല്ല സമയം ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മെ അനുഗ്രഹിക്കുവാൻ വിളിച്ച ദൈവം, നമ്മെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുന്ന ദൈവം, ലോകം നമ്മിൽ എന്ത് കാണുന്നു, എന്ത് നമ്മളായിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറമായി നാം നന്നായിരിക്കണമെന്ന് ഒരപ്പനെ പോലെ, മക്കൾ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കാത്ത അപ്പനെ പോലെ നമുക്ക് വേണ്ടത് കരുതി ഒരമ്മയുടെ വാത്സല്യത്തോടെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നു. നിശ്ചയമായും നമ്മെ അനുഗ്രഹിക്കുവാൻ നമ്മുടെ കർത്താവിന് ആഗ്രഹമുണ്ട്, മനസ്സുണ്ട്, അതിനുള്ള പ്രാപ്തിയുണ്ട്. ആ ദൈവസ്നേഹം തിരിച്ചറിയുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ശബ്ദമുയർത്തി, ഒരിക്കൽ കൂടി ആ നല്ല കർത്താവിൻ്റെ നാമം തന്നെ ഈ നല്ല പകൽ നമ്മുടെ മധ്യേ വാഴ്ത്തപ്പെടുമാറാകട്ടെ. വലിയ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ തന്നെ ആയിരിക്കാം. അല്പസമയത്തെ വചനധ്യാനത്തിനായി വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യഭാഗം നിങ്ങളുടെ മുമ്പിൽ ഞാൻ സമർപ്പിക്കട്ടെ. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 11-ാമത്തെ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിക്കാം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെയുണ്ട്,
ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ഒരു നിമിഷം കൂടെ കേൾപ്പിച്ച വചനത്തിന് മുമ്പിൽ നമുക്ക് ഒരുമിച്ച് നമ്മെ തന്നെ പൂർണ്ണമായൊന്ന് സമർപ്പിക്കാം. എല്ലാ കണ്ണും അടയട്ടെ. ചുറ്റുപാടുകളെക്കുറിച്ചുള്ള ചിന്തകൾ, നമ്മുടെ ഭവനത്തെക്കുറിച്ചുള്ള ചിന്തകൾ, ചെയ്തു പൂർത്തീകരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള, പൂർത്തീകരിക്കപ്പെടാതെ ബാക്കി നിൽക്കുന്ന ചിന്തകൾ, ചിന്താകുലങ്ങൾ സകലത്തെയും മാറ്റിവെച്ച് ഹല്ലേലൂയ, ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിലൊന്ന് പൂർണ്ണമായി സമർപ്പിച്ചാട്ടെ. യേശുവേ, ഒപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയെ പാടി, അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങയെ ആരാധിച്ച് അങ്ങയുടെ സന്നിധിയിൽ പ്രിയ മക്കളായിരിക്കുന്നു. അപ്പാ, അവരുടെ ഏക്കം, അവരുടെ കൊതി, അവരുടെ ആഗ്രഹം ഈ നല്ല പകലിലും അവർക്കൊരു കൂട്ടായ്മയുടെ അനുഭവത്തെ ഒരുക്കി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ അങ്ങുള്ളതിനായി ഞങ്ങളങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അങ്ങ് കരങ്ങളിൽ വഹിക്കുന്ന കൃപയ്ക്കായി കേൾപ്പിച്ച വചനം പോലെ അപ്പാ, ആ വചനത്തിൻ്റെ ശക്തി അളവ് കൂടാതെ അനുഭവിക്കുവാൻ ഇന്ന് സ്വർഗം ഇവരെ അങ്ങ് സഹായിക്കണമേ. ഇവരിലെ രോഗികളെ യേശുവേ ഈ നല്ല പകലിൽ അങ്ങ് സൗഖ്യമാക്കണമേ. അപ്പാ, അങ്ങ് തൊട്ടല്ലാതെ, അങ്ങനെ സന്ദർശിച്ചല്ലാതെ ഒരു സൗഖ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എനിക്ക് സമാധാനത്തോടെ ഉറങ്ങുവാൻ കഴിയത്തില്ല, എനിക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ കഴിയത്തില്ല. വേദനയോടെ ആയിരിക്കുന്നവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, അങ്ങ് ഇവരെ ഈ പകൽക്കാലം സന്ദർശിച്ച് സൗഖ്യമാക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവേ, ഒപ്പം കടന്നു വരുവാൻ കഴിയാതെ ഭവനങ്ങളിൽ രോഗങ്ങളുടെ മധ്യത്തിലായിരിക്കുന്നവരെയും അപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്നൊരു സൗഖ്യമാക്കുന്ന അത്ഭുതം അവർ അനുഭവിക്കട്ടെ കർത്താവേ. ഈ ആരാധന കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ദേശം വിസ്മയിക്കുന്ന അത്ഭുതത്തിൻ്റെ സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ സ്വർഗം ഞങ്ങൾക്ക് അവസരം നൽകണമേ. അപ്പാ, അങ്ങയുടെ വചനത്തിന് മുൻപിൽ ഞങ്ങളെ തന്നെ താഴ്ത്തുമ്പോൾ ദേശം ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ കർത്താവേ. നെടുകയും കുറുകയും ദൂതന്മാർ സഞ്ചരിക്കുന്നത് ദേശത്തിൽ തകർന്നും തളർന്നുമായിരിക്കുന്നവർ തിരിച്ചറിയട്ടെ കർത്താവേ. അങ്ങയുടെ വചനം പ്രസ്താവിക്കപ്പെടുന്നിടത്ത് അങ്ങിറങ്ങി വരുന്ന സ്ഥലത്ത് സ്വർഗീയ ദൂതന്മാരുടെ സാന്നിധ്യം ആമേൻ വെളിപ്പെട്ട് വ്യാപരിക്കുന്നത് ദേശം അനുഭവിക്കട്ടെ. ഭവനങ്ങൾക്കകത്ത് ദൂതന്മാരുടെ സാന്നിധ്യം ചലിക്കട്ടെ. പട്ടണവാതിലുകൾ ആമേൻ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആൾക്കൂട്ടങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ഒറ്റയ്ക്കായിരിക്കുന്നവരുടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ചലിക്കട്ടെ. ദൂതന്മാർ നടമാടുന്നത് ദേശത്തിലെ ഓരോ ഭവനങ്ങൾക്കകത്ത് നിന്ന് ആരാധനയുടെ സ്തുതിയുടെ സ്തോത്രത്തിന്റെ അനുഭവം ഉയരട്ടെ കർത്താവേ. തളർന്നവർ ഇന്ന് ശക്തി പ്രാപിക്കട്ടെ. ബലഹീനരായി മടുത്തവരായി കടന്നു വന്നവർ ശക്തി പ്രാപിച്ചവരായി ഉറപ്പുള്ളവരായി മടങ്ങുവാൻ അങ്ങയുടെ വലിയ സാന്നിധ്യം വഴി അടഞ്ഞു പോയവർക്ക് മുമ്പിൽ വഴികൾ തുറന്നു കിട്ടുന്നത് ഞങ്ങൾ കണ്ട് അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയവർക്ക് മുൻപിൽ പ്രതീക്ഷയുടെ പുതിയ അനന്ത വിഹായസിലേക്ക് ഉയരുവാൻ, തുറന്നു കിട്ടുവാനുള്ള പുതിയ വാതിലുകളും ചിറകുകളും മുളച്ചു വരുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഈ വചനത്തിന് മുമ്പിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളോട് കൂടിയിരിക്കുമെന്ന വാഗ്ദത്ത പ്രകാരം അങ്ങ് ഞങ്ങളോട് കൂടിയിരുന്ന് ഈ സെഷനെയും ഏറ്റവും അനുഗ്രഹമാക്കി അങ്ങ് തീർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി ആ വാക്യം നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് ഞാൻ വായിക്കട്ടെ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. എന്നാൽ യഹോവ ഒരു മഹാവീരനെ പോലെ എന്നോട് കൂടെ ഉണ്ട്, ആകയാൽ എന്നെ ഉപദ്രവിക്കുന്നവർ ഇടറി വീഴും, അവർ ജയിക്കയില്ല. അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായകയാൽ ഏറ്റവും ലജ്ജിച്ചു പോകും, ഒരിക്കലും മറന്നുപോകാത്ത നിത്യ ലജ്ജയോടെ തന്നെ. ഈ വാക്യത്തിന് ഇങ്ങനൊരു ടൈറ്റിൽ കൊടുത്ത് ഇന്ന് പകലിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി ധ്യാനിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അവർ നിന്നെ ജയിക്കയില്ല. ഒരിക്കൽ കൂടി നല്ല കർത്താവിനെ സ്തുതിക്കുന്നു. രമ്യ സിസ്റ്ററെ ഓർത്ത് ചില സ്തോത്ര മാസങ്ങൾക്ക് മുമ്പ് പ്രിയ സഹോദരിക്ക് കർത്താവ് നൽകിയ ഉദരഫലത്തിനെ ആ സ്തോത്രം പ്രസവ ശുശ്രൂഷകൾക്കായി ഭവനത്തിൽ കടന്നുപോയി, തിരികെ തൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നു. ആ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവർ നിന്നെ ജയിക്കയില്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അവർ നിങ്ങളെ ജയിക്കയില്ല. വെറും വാക്കല്ല, വചനം പറയുന്നു. ദൈവം മഹാവീരനായി
കൂടെ ഉള്ളത് കൊണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. ഈ ലോകത്തിൽ നിങ്ങൾ പരിചയപ്പെട്ട, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾക്കൊപ്പമായിരിക്കുന്ന ആരെയെങ്കിലും ഏവനെയെങ്കിലും ഒരുവനെ പോലെയല്ല. മഹാവീരനായി സർവശക്തനായ സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ട് ഒരു ശത്രുവിനും നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തേ ഇല്ല. ആവർത്തിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഈ പകലിൽ വിളിച്ചു പറയട്ടെ, നീ കാണുന്ന, നീ സ്വപ്നം കാണുന്ന, നീ പ്രതീക്ഷിക്കുന്ന ആ പരാജയം നിന്നെ തേടി വരുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. നിന്നെ പരാജയപ്പെടുത്തുമെന്ന് വാദിച്ചു നിൽക്കുന്ന ആ മനുഷ്യന് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. കാരണം സർവശക്തനായ ദൈവം നിന്നോട് കൂടെയുണ്ട്. അതെ, മനുഷ്യൻ നിന്നെ ജയിക്കയില്ല, അവന്റെ ബുദ്ധി നിന്നെ ജയിക്കയില്ല, അവന്റെ ശക്തി നിന്നെ ജയിക്കയില്ല, അവന്റെ ആലോചന നിന്നെ ജയിക്കയില്ല, അവരുണ്ടാക്കുന്ന കൂട്ടുകെട്ടുകൾ നിന്നെ ജയിക്കയില്ല. അതെ, ആ തൊഴിലിടത്തിൽ നിന്നെ പുറത്താക്കുവാൻ തക്കവണ്ണം ചില ദുഷ്ട മനുഷ്യർ ചേർന്ന് ഒരുക്കുന്ന കൂട്ടുകെട്ടുകൾ നിന്നെ ജയിക്കയില്ല. നിന്റെ ഭവനത്തിനകത്തെ സന്തോഷത്തെ കവർന്നു കളയുവാൻ തക്കവണ്ണം ചില വ്യക്തികൾ ചേർന്ന് ഒരുക്കുന്ന പദ്ധതികൾ നിന്റെ ജീവിതത്തിൽ ജയിക്കയില്ല. നീ ചിലത് പ്രാപിക്കരുതെന്ന്, നീ ചില സന്തോഷങ്ങളിലേക്ക് കടന്നു പോകരുതെന്ന് വച്ച് മനുഷ്യർ നിനക്ക് വിരോധമായി ആമേൻ നിന്നെ തകർക്കുവാൻ ഒരുക്കുന്ന പദ്ധതികൾ നിന്നെ ഒരു മനുഷ്യനും നിന്നെ ജയിക്കയില്ല. അവന്റെ ശക്തി നിന്നെ ജയിക്കയില്ല, ഒപ്പമുള്ളവരുടെ ബലം നിന്നെ ജയിക്കോ, അധികാരം നിന്നെ ജയിക്കയില്ല, അവരുടെ ശ്രേഷ്ഠത നിന്നെ ജയിക്കയില്ല, പിശാച് നിന്നെ ജയിക്കയില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, ഈ ദിവസങ്ങൾ നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഈ ദിവസങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, ഈ ദിവസങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്ന, വേദനയിലും കണ്ണുനീരിലും വീഴുമാറാക്കുന്ന ആ പന്ന പിശാചും അവന്റെ പ്രവൃത്തികളും നിങ്ങളെ ജയിക്കത്തില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ആ പിശാചിന് നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയത്തില്ല, ആ പിശാചിന് നിങ്ങളെ തകർത്ത് കളയുവാൻ കഴിയത്തില്ല, ആ പിശാചിന് നിങ്ങളെ മുടിച്ചു കളയുവാൻ കഴിയത്തില്ല, ആ പിശാചിന് നിങ്ങളെ തലകുനിപ്പിച്ച് നിർത്തുവാൻ കഴിയത്തില്ല, ആ പിശാചിന് നിങ്ങളെ ലജ്ജിപ്പിച്ച് ഓടുമാറാക്കുവാൻ കഴിയത്തില്ല, ആ പിശാചിന് നിങ്ങൾ തലകുനിഞ്ഞ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാക്കുവാൻ അതിന് കഴിയത്തേയില്ല. ആ പിശാചിന് നിങ്ങളെ സ്തോത്രം ഒന്നുമില്ലാത്തവരാക്കി തീർക്കുവാൻ കഴിയത്തേയില്ല. കേൾക്ക്, ആ പിശാചിന് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല, സാഹചര്യങ്ങൾക്ക് നിങ്ങളെ ജയിക്കുവാൻ കഴിയത്തില്ല, അത് രോഗത്തിന് നിന്നെ ജയിക്കുവാൻ യേശുവിൻ നാമത്തിൽ സഹോദര സഹോദരി ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, രോഗത്തിന് നിന്നെ ഭയപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ സ്തോത്രം നിരാശപ്പെടുത്തുന്ന ആ രോഗത്തിന് നിന്നെ ജയിക്കുവാൻ കഴിയത്തേ ഇല്ല. ആമേൻ. ആ സാഹചര്യങ്ങൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, ആ കടത്തിന് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, ഇന്ന് നിന്നെ ഭാരപ്പെടുത്തുന്ന പരീക്ഷകൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, നിനക്ക് സ്തോത്രം നിനക്ക് മുൻപിൽ കടന്നു വരുന്ന വെല്ലുവിളികൾക്ക് നിന്നെ ജയിക്കുവാൻ ഒരു വെല്ലുവിളിക്കും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, ഒരു മത്സരത്തിനും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല, ഒരു സാഹസക്കാരനും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. നിനക്ക് വിരോധമായി കെണി ഒരുക്കുന്ന, നിനക്ക് വിരോധമായി പദ്ധതി ഒരുക്കുന്ന ഒരുത്തനും ഒന്നിനും നിന്നെ ജയിക്കുവാൻ കഴിയത്തേയില്ല. കാരണം വചനം പറയുന്നു, ആമേൻ, മഹാവീരനായ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ, സ്തോത്രം. മഹാവീരനായ ദൈവം നിന്നോട് കൂടെയുണ്ട്, സർവശക്തനായ ദൈവം. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ആമേൻ, സ്തോത്രം. നീ പരാജയപ്പെടത്തില്ല, നീ ജയം തന്നെ പ്രാപിക്കുമെന്ന് പറയുവാൻ കാരണം ദൈവം, സർവശക്തനായ ദൈവം, മഹാവീരനായി നിന്റെ ആവശ്യം അറിഞ്ഞ് നിന്നോട് കൂടെയുണ്ട്. ആമേൻ, സ്തോത്രം. ആര് നിന്നോട് കൂടെ ഇല്ലെങ്കിലും, ആര് നീ പ്രതീക്ഷയോടെ നോക്കിയവർ മുഖം തിരിച്ചു മാറിപ്പോയാലും എന്റെ ദൈവം, സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. ആമേൻ, സ്തോത്രം. അല്പം സന്തോഷം. ആമേൻ, സ്തോത്രം. ആ ദൈവം നിന്നോട് കൂടെയുണ്ട്. നോക്കൂ, ആ ദൈവം കൂടിരുന്ന് നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന ജയം. ആമേൻ. എவ்விதത്തിലാണ് ദൈവം നമ്മോട് കൂടിരിക്കുകയും നമ്മെ ജയത്തിലേക്ക് നടത്തുകയും ചെയ്യുന്നത്? അല്ലെങ്കിൽ ദൈവത്തോട് കൂടെ നാം ആയിരുന്ന് നാം പ്രാപിക്കുന്ന ജയം ഏതൊക്കെ മേഖലകളിൽ, ഏതൊക്കെ നിലകളിൽ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നു? വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ വചന സന്ദേശത്തിനൊപ്പമായിരുന്നാട്ട് പരാജയപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, സർവശക്തനായ ദൈവം കൂടെയുള്ളത് കൊണ്ട് നീ പരാജയപ്പെട്ടു പോകുവാൻ എന്റെ ദൈവം
അനുവദിക്കത്തേ ഇല്ല. ആമേൻ. ഒന്നാമതായി വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിധത്തിൽ പല നിലകളിൽ പല മേഖലകളിൽ മനുഷ്യനെ ജയാളിയാക്കി നിർത്തുന്ന ദൈവ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നോക്കൂ, വേദപുസ്തകം പറയുന്നു, ദുഷ്ട മനുഷ്യർ നിങ്ങളെ ജയിക്കയില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ, ദുഷ്ട മനുഷ്യർ നിങ്ങളെ ജയിക്കയില്ല. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ, ആരാണ് ദുഷ്ട മനുഷ്യൻ? ഇങ്ങനെ പെട്ടെന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ചുറ്റുവട്ടത്തുള്ള നിങ്ങളെ അറിയുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഒത്തിരി പേരുടെ പേരുകൾ നിങ്ങൾ പറയും. അവൻ ദുഷ്ടനാണ്, അവൻ ദുഷ്ടയാണ്. ആമേൻ. അവരുടെ പ്രവൃത്തി, അവരുടെ പെരുമാറ്റം ദുഷ്ടത നിറഞ്ഞതാണ്. അവർ ദുഷ്ടത മാത്രം എനിക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പല പല ഉത്തരങ്ങൾ നമുക്ക് പറയുവാൻ കാണും. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായി ആരാണ് ദുഷ്ടൻ, ആ ദുഷ്ടൻ എന്തുകൊണ്ട് നിങ്ങളെ ജയിക്കത്തില്ല എന്ന് വ്യക്തമാക്കുന്നു. സങ്കീർത്തനം 36 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകത്തിൽ ഏറ്റവും മനോഹരമായി ആരാണ് ദുഷ്ടൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയും ആ ദുഷ്ടന്റെ പ്രത്യേകത. സ്തോത്രം. 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടന് തൻ്റെ ഹൃദയത്തിൽ പാപോപദേശമുണ്ട്. ആമേൻ. സ്തോത്രം. ദുഷ്ടന്റെ പ്രത്യേകത എന്താണ്? ദുഷ്ടന് പാപത്തെക്കുറിച്ച് വ്യക്തമായ ഉപദേശം ലഭിച്ചിട്ടുള്ളവനാണ്. അല്ലെങ്കിൽ പാപം എന്താണ്, തെറ്റ് എന്താണ്, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന കുറവ്, ബലഹീനത എന്താണ് എന്ന് തിരിച്ചറിയുവാൻ കഴിവുള്ളവനാണ് ദുഷ്ടൻ. ശ്രദ്ധിക്കണമേ, ദുഷ്ടൻ ആരാണ്? പാപം എന്താണെന്ന് വ്യക്തമായി അറിയുന്നവൻ ആണ്. ഒപ്പം തന്നെ വ്യക്തമായി പറയുന്നു, അവന്റെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല. ആമേൻ. നമുക്കെല്ലാവർക്കും പാപം എന്താണെന്നറിയാം. നമുക്കെല്ലാവർക്കും ചെയ്യുവാൻ പാടില്ലാത്തത് എന്താണെന്നറിയാം, ചെയ്യരുതാത്തത് എന്താണെന്നറിയാം. എന്തുകൊണ്ട് നമ്മൾ ചെയ്യരുതാത്തത് ചെയ്യാതിരിക്കുന്നു? എന്തുകൊണ്ട് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു? കാരണം നമുക്ക് ദൈവത്തെ ഭയപ്പെടുന്നു. നമ്മൾ ഒരു നാളിലെ ന്യായവിധിയെ തിരിച്ചറിയുന്നുണ്ട്. ഒരു ദിവസം നമ്മൾ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ന്യായവിധിക്കായി നിൽക്കപ്പെടുമെന്ന ബോധ്യം ഉള്ളതുകൊണ്ട്, നമുക്ക് ആ ബോധ്യം ഉള്ളതുകൊണ്ട് പാപത്തിൽ നിന്ന്, അരുതുകളിൽ നിന്ന് നമ്മൾ മാറി നടക്കുന്നു. എന്നാൽ ദുഷ്ടന് ഇത് അറിയാം, എങ്കിലും ദൈവഭയമില്ലാത്തത് കൊണ്ട് ആമേൻ സ്തോത്രം, അവൻ അത് തന്നെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു. അവൻ തന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ആമേൻ. എന്റെ കുറ്റം ഒരിക്കലും അത് തെളിയത്തില്ല, അല്ലെങ്കിൽ എനിക്ക് രഹസ്യമായി മനുഷ്യനെ പറ്റിക്കുന്നത് പോലെ ദൈവത്തെ പറ്റിക്കുവാൻ കഴിയും. ആമേൻ. കേൾക്കണമേ, ദുഷ്ടന്റെ ഹൃദയത്തിലെ ആഗ്രഹം അല്ലെങ്കിൽ ചിന്ത ഇതാണ്, എനിക്ക് മനുഷ്യനെ പറ്റിക്കുന്നത് പോലെ, എനിക്കൊപ്പമുള്ളവരെ പറ്റിക്കുന്നത് പോലെ ദൈവത്തെ പറ്റിക്കുവാൻ കഴിയും. ദൈവത്തെ പറ്റിക്കുവാൻ കഴിയും. ദൈവത്തെ പറ്റിക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന മൂഢ മനുഷ്യരെ വിളിച്ചു പറയട്ടെ, സകലതും അവന്റെ മുൻപിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു. അവന്റെ കണ്ണ് അഗ്നി ജ്വാലയ്ക്ക് ഒത്തവണ്ണമുള്ളത്. ആ കൺമുമ്പിൽ നിന്ന് നമ്മെ മറച്ചു വയ്ക്കുവാൻ ഈ ലോകത്തിലെ ഒരു വസ്ത്രത്തിനും കഴിയത്തില്ല, നമ്മുടെ ഒരു പദ്ധതിക്കും കഴിയത്തില്ല. അവന്റെ കൺമുമ്പിൽ ആമേൻ അവനെയും നമ്മെയും മറച്ചു വയ്ക്കുവാൻ നാം പണിതുയർത്തിയിരിക്കുന്ന സകലതും ചാരമായി മാറും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. സ്തോത്രം. ആ ദൈവത്തെ മറച്ച് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ഇത് അങ്ങനെ അല്ല എന്ന് സ്വയം പറഞ്ഞ് പഠിക്കുന്നവനാണ് ദുഷ്ടൻ. ആമേൻ. മൂന്നാമത്തെ സ്തോത്രം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. ആമേൻ. ശ്രദ്ധിക്കണമേ, വഞ്ചന മാത്രം പറയുന്ന, അകൃത്യം മാത്രം പറയുന്ന മനുഷ്യർ എങ്ങനെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുക, എങ്ങനെയും മറ്റുള്ളവരെ ചതിക്കുക, എങ്ങനെയും മറ്റുള്ളവരെ വഞ്ചിക്കുക, എങ്ങനെയും മറ്റുള്ളവരെ ഉപദ്രവിക്കുക, എങ്ങനെയും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദോഷം മാത്രം ചെയ്യുക എന്ന് ജീവിക്കുന്നവരാണ് ആമേൻ സ്തോത്രം ദുഷ്ടൻ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. തീർന്നില്ല, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. ദുഷ്ടൻ നന്മ ചെയ്യുന്നില്ല, അർത്ഥം അവൻ തിന്മ ക്രമാനുഗതമായി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. തുടർന്ന് പറയുന്നു, അവൻ തൻ്റെ കിടക്കമേൽ അകൃത്യം ചിന്തിക്കുന്നു. നല്ലത് ചിന്തിക്കേണ്ട സമയത്ത് പോലും സന്തോഷമായി അവൻ ഒരു പകൽക്കാലം തന്ന ദൈവത്തെ സ്തുതിച്ചു മഹത്വപ്പെടുത്തേണ്ട സമയത്ത് പോലും ഒപ്പമുള്ളവനെ എങ്ങനെ പണി കൊടുക്കാം, അവൻ്റെ കുതികാലെങ്ങനെ വെട്ടാം, അവനെ എങ്ങനെ തകർക്കാം, അവന് വിരോധമായി എന്തൊക്കെ ചെയ്യാമെന്ന് ആലോചന കഴിച്ചുകൊണ്ട് കിടക്കയെ പോലും മലീമസമാക്കി തീർക്കുന്ന വ്യക്തിയാണ് ദുഷ്ടനെന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. ആമേൻ. പാപം എന്തെന്നറിഞ്ഞിട്ടും ആമേൻ സ്തോത്രം ആ പാപത്തിൽ തന്നെ തുടരുന്ന വ്യക്തി, മറ്റു മനുഷ്യരെ എങ്ങനെയും കരയിപ്പിക്കുവാൻ അല്ലെങ്കിൽ എவ்விதത്തിലും മറ്റുള്ളവരെ കരയിപ്പിക്കുവാൻ വേണ്ടി ആമേൻ വ്രതമെടുത്തു എന്ന് നമ്മൾ ചിന്തിക്കും വിധത്തിലുള്ള വ്യക്തികൾ. നോക്കൂ, ഇവിടെ സങ്കീർത്തനക്കാരനായ
ദാവീദിന്റെ ജീവിതത്തിൽ ആരാണ് അവിധത്തിലുള്ള ദുഷ്ടമനുഷ്യൻ? ദാവീദിന് ആരാണ് ദുഷ്ടമനുഷ്യൻ? നിങ്ങൾ ശ്രദ്ധിക്കണമേ. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ പുസ്തകം 15-ാം അധ്യായം വായിക്കുമ്പോൾ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ദാവീദിന് ദുഷ്ടനായ ഒരു മനുഷ്യനെ അവിടെ കാണുവാനായിട്ട് കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ദാവീദ് എന്ന വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഫെലിസ്ത്യമല്ലനായ ഗോലിയാത്തിനെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ആഖീഷിനെയും അല്ലെങ്കിൽ മറ്റു ഫെലിസ്ത്യ രാജാക്കന്മാരെയും ഒക്കെ ആയതുകൊണ്ട് അവിധത്തിൽ രാജാക്കന്മാരെയോ അവിധത്തിൽ അല്ലെങ്കിൽ ശൗലിനെ തന്നെയോ അല്ലെങ്കിൽ പടയാളി ശ്രേഷ്ഠന്മാരെയോ ഒക്കെയോ നമുക്ക് ഓർമ്മ വന്നേക്കാം. എന്നാൽ ഇവിടെ ദാവീദിന് ദുഷ്ടനായി വേദപുസ്തകത്തിൽ കാണിച്ചിരിക്കുന്നത് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല, സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം മകൻ തന്നെ. അനന്തരം അബ്ശാലോം ഒരു രഥത്തെയും കുതിരകളെയും തന്റെ മുമ്പിൽ ഓടുവാൻ 50 അകമ്പടികളെയും സമ്പാദിച്ച് അബ്ശാലോം അധികാലത്ത് എഴുന്നേറ്റ് പടിവാതിൽക്കൽ വഴിയരികെ നിൽക്കും. ആരെങ്കിലും വ്യവഹാരമുണ്ടായിട്ട് രാജാവിന്റെ അടുക്കൽ വിസ്താരത്തിനായി വരുമ്പോൾ അബ്ശാലോം അവനെ വിളിച്ച്, നീ ഏതു പട്ടണക്കാരൻ എന്ന് ചോദിക്കും. അടിയൻ ഇസ്രായേൽ ഗോത്രത്തിൽ ഇന്ന പട്ടണക്കാരൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണമേ, രാജാവിന് വിരോധമായി, തന്റെ അപ്പന് വിരോധമായി അകത്ത് അപ്പന്റെ പ്രിയ മകനായി നിൽക്കുമ്പോൾ തന്നെ പുറത്ത് അപ്പന് വിരോധമായി അപ്പനോട് ദ്രോഹം ചെയ്യുന്ന മകൻ. ആമേൻ. ആരാണ് ദാവീദിന്, സങ്കീർത്തനക്കാരനായ ദാവീദിന് ദുഷ്ടനെ വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തരുന്ന ദാവീദിന് ദുഷ്ടനായി നിൽക്കുന്നത്, എതിരാളിയായി നിൽക്കുന്നത്, ദാവീദിന് ദ്രോഹം ചെയ്യുന്നത് തന്റെ പ്രിയ മകൻ തന്നെ. ഈ നല്ല പകലിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, അവിധത്തിൽ നാം പ്രിയപ്പെട്ടവരെന്ന് ചിന്തിച്ചവരാൽ, നമ്മുടെ വേണ്ടപ്പെട്ടവരെന്ന് നാം കരുതുന്നവരാൽ, സ്വന്തം ബന്ധങ്ങളെ പോലെ നമ്മെ സ്നേഹിച്ച അല്ലെങ്കിൽ സ്വന്തം ബന്ധങ്ങളാൽ തന്നെ ഇന്നലകളിൽ ദോഷം മാത്രം അനുഭവിച്ച് ഇന്നും അത് മുഖാന്തരം കരഞ്ഞായിരിക്കുന്ന നിങ്ങളോട് പറയുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് നിർബന്ധമായി പറയുന്നു, ഒരു ദുഷ്ടനും നിങ്ങളെ ജയിക്കുവാൻ എന്റെ ദൈവം ഇട വരുത്തത്തില്ല. അത് അകത്തുള്ളവനായിരുന്നാലും അത് പുറത്തുള്ളവനായിരുന്നാലും. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, അത് അകത്തുള്ളവനായിരുന്നാലും അത് നിന്റെ അമ്മയുടെ മകനായിരുന്നാലും അത് നിനക്ക് ജനിച്ചവനായിരുന്നാലും നിന്നെ ജനിപ്പിച്ചവരായിരുന്നാലും സ്വന്തം ബന്ധങ്ങളായിരുന്നാലും ചാർച്ചക്കാരായിരുന്നാലും ദേശവാസികളായിരുന്നാലും ആര് തന്നെ ആകട്ടെ, ഈ നല്ല പകലും വിളിച്ചു പറയട്ടെ, ഒരു ദ്രോഹിക്കും ആമേൻ ഒരു ദുഷ്ടനും നിന്നെ ജയിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരു ദുഷ്ടനെയും അവന്റെ പ്രവർത്തികളെയും ജയിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. സ്തോത്രം. എന്തുകൊണ്ട്? ആമേൻ. സ്തോത്രം. വചനം പറയുന്നു, ദാവീദ് മകന്റെ മുമ്പിലല്ല വിശ്വസ്തനായിരുന്നത്, ദാവീദ് ജനങ്ങൾക്ക് മുമ്പിലല്ല വിശ്വസ്തനായിരുന്നത്, അവൻ ദൈവത്തിന് മുൻപിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് മഹാവീരനായി ദൈവം ദാവീദിനോട് കൂടിയിരുന്നു. 2 ശമൂവേലിന്റെ പുസ്തകം 18-14 പറയുന്നു. ആമേൻ. സ്തോത്രം. അബ്ശാലോം കാട്ടിൽ പട്ടുപോയി. ആമേൻ. കേൾക്കണമേ. ആമേൻ. ദുഷ്ടൻ ആമേൻ പട്ടുപോകും. ആമേൻ. നീതിമാനെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ഒരുപക്ഷെ സങ്കീർത്തനക്കാരൻ പിന്നൊരിക്കൽ പറഞ്ഞതുപോലെ, അവന്റെ കണ്ണ് തടിച്ചിരിക്കുന്നത് കണ്ട്, അവൻ ചെയ്യുന്നതൊക്കെ സാധ്യമായി തീരുന്നത് കണ്ട്, അവന്റെ ജീവിതം പളപളപ്പും സന്തോഷവും നിറഞ്ഞത് കണ്ട് ഒരുപക്ഷെ നിങ്ങൾക്കുള്ളിൽ ഒരു കുറ്റം അല്ലെങ്കിൽ ഒരു സങ്കടം തോന്നിയേക്കാം. അവർ ചെയ്യുന്നതെല്ലാം സാധ്യമാകുന്നല്ലോ, ലോകപ്രകാരം ജീവിക്കുന്നവർ, ലോകത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവർ, അവർ ചെയ്യുന്നതെല്ലാം സാധ്യമാകുന്നുവല്ലോ. ഞാൻ ദൈവത്തിന്റെ മകളായിരുന്നിട്ട്, ഞാൻ ദൈവത്തിന്റെ മകനായിരുന്നിട്ട് ഞാൻ ഇങ്ങനെ കഷ്ടതയിലൂടെ കടന്നു പോകേണ്ടി വരുന്നുവല്ലോ. കേൾക്കണമേ, ഒരു ഞൊടി കൊണ്ട് അവനെ കാണാതെയാകും. ആമേൻ. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഷ്ടമനുഷ്യനെ ഒരു നെടി കൊണ്ട് നീ കാണാതെയാകും. വയലത്തെ പുല്ലുപോലെ അവൻ മുളച്ചു വരും, പെട്ടെന്ന് മുളച്ചു വരും. വേനൽ തട്ടി കടന്നു പോകുമ്പോൾ അത് അരണ്ട് വാടിപ്പോകും. യേശുവിൻ നാമത്തിൽ ദുഷ്ടമനുഷ്യനെ നീ നോക്കും, കാണത്തില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ നോക്കും. അവൻ എവിടെ? ഇത്ര സന്തോഷമായിരുന്നവരാണല്ലോ, ഇങ്ങനെയൊക്കെ ജീവിച്ചവരാണല്ലോ. അവൻ ദുഷ്ടനാണെങ്കിൽ അവനെ നീ കാണത്തില്ല. വചനം പറയുന്നു, ദാവീദ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ആമേൻ ദുഷ്ടന് ദാവീദിനെ, സ്തോത്രം, ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ദുഷ്ടന് ദാവീദിനെ ജയിക്കുവാൻ കഴിഞ്ഞതേ ഇല്ല. ആമേൻ. ഇനി പിന്നെയും സ്തോത്രം, ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ. അവിടെ നിന്ന് 3 കാര്യങ്ങളെ അല്പമായി നമുക്ക് ധ്യാനിക്കേണ്ടതുണ്ട്. സ്തോത്രം, ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, അവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായകയാൽ
ഏറ്റവും ലജ്ജിച്ചു പോകും. ആമേൻ, സ്തോത്രം. എന്താണ് ആമേൻ അവിടെ പറഞ്ഞിരിക്കുന്നത്? ബുദ്ധിയോടെ പ്രവർത്തിക്കായാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ആരാണ്? ദൈവം നിനക്ക് ജയം നൽകുമ്പോൾ നിന്റെ ശത്രുക്കളായി നിൽക്കുന്നവർ ബുദ്ധിയോടെ പ്രവർത്തിക്കായാൽ ഏറ്റവും ലജ്ജിച്ചു പോകും. ആമേൻ, സ്തോത്രം. ബുദ്ധി, ആമേൻ, സ്തോത്രം. നിങ്ങളുടെ ഉള്ളിൽ ആ വാക്ക് ഞാൻ നൽകുകയാണ്, ബുദ്ധി. ആമേൻ, സ്തോത്രം. ഓർത്തു വയ്ക്കുക. സങ്കീർത്തനം 36 3 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെയും കാണുവാൻ കഴിയും, അവന്റെ വായിലെ വാക്കുകൾ അകൃത്യവും വഞ്ചനയുമാകുന്നു. അവിടെ വീണ്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവൻ വിട്ടുകളഞ്ഞിരിക്കുന്നു. ആദ്യം നമ്മൾ ചിന്തയ്ക്കായി വായിച്ച വാക്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 20:11. ആമേൻ, അവിടെ ഇവിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ബുദ്ധിയോടെ പ്രവർത്തിക്കായാൽ അവർ നശിച്ചുപോയി. അടുത്ത സ്തോത്രം സങ്കീർത്തനക്കാരൻ പറയുന്നു, ബുദ്ധിമാനായിരിക്കുന്നതും നന്മ ചെയ്യുന്നതും അവർ വിട്ടുകളഞ്ഞിരിക്കുന്നു. ബുദ്ധിമാൻ. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ബുദ്ധി ഇല്ലായ്മ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെ ഒരു രൂപാന്തരം വരുത്തുന്നു, ഒരു മനുഷ്യനെ എவ்விധത്തിൽ ഒരു ദുഷ്ട മനുഷ്യൻ എന്ന കാറ്റഗറിയിലേക്ക് കൊണ്ടുവരുന്നു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി മനസ്സിലാക്കി തരുന്നുണ്ട്. ആമേൻ. ബുദ്ധി എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ചിന്തയിൽ കടന്നു വരുന്നത്, ആമേൻ, സ്തോത്രം, ഒരു സ്തോത്രം, എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങുന്ന ഒരു കുട്ടിയായിരിക്കാം. പെട്ടെന്ന് നമുക്ക് ചിന്തയിൽ വരും അത് ബുദ്ധിയാണ്. ആമേൻ, സ്തോത്രം. സ്തോത്രം. അല്ലെങ്കിൽ MBBS പഠിച്ച് ഡോക്ടറാകുന്ന, അല്ലെങ്കിൽ IAS കഴിഞ്ഞ് കളക്ടറാകുന്ന, ഇങ്ങനെ സമൂഹത്തിന്റെ ഏതെങ്കിലും ഒരു നിലകളിൽ ഉയർന്നു നിൽക്കുന്നവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പറയും അവൻ ബുദ്ധിമാനാണ്, അവൻ ബുദ്ധിമാനാണ്. എന്നാൽ അതാണോ ബുദ്ധി? ആമേൻ. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് ബുദ്ധി? നമ്മുടെ ആമേൻ അറിവ് വെച്ച്, നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് തന്നെ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ, നമ്മൾ മനസ്സിലാക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് ബുദ്ധി എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. അവൻ ബുദ്ധിയുള്ളവൻ എന്ന് പറയുന്നത്, ആമേൻ, ഒരുവൻ ബുദ്ധിയുള്ളവനാണെന്ന് പറയുന്നത് ചില കാര്യങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിന് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. ഒരു പട്ടി കടിക്കാൻ വന്നാൽ, ആമേൻ, ആ പട്ടിയിൽ നിന്ന് സ്തോത്രം പല നിലകളിൽ രക്ഷപ്പെടാം. എന്നാൽ ഒരുത്തൻ വളരെ വിദഗ്ധമായി പട്ടിയോട് മൽപ്പിടുത്തം നടത്താതെ ഓടാതെയൊക്കെ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടാൽ, എന്തെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് രക്ഷപ്പെട്ടാൽ നമ്മൾ പറയും ബുദ്ധിയുള്ളവനാണ്, അവന് ബുദ്ധിയുള്ളവനാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ സ്തോത്രം, ബുദ്ധിയുള്ളവന്റെ പ്രത്യേകത എന്താണ്? ആമേൻ, ഒന്ന്, അവൻ എടുത്തുചാട്ടം ഇല്ലാത്തവനായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കണമേ, ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ എങ്ങനെ തിരിച്ചറിയുവാൻ കഴിയും? എടുത്തുചാട്ടമില്ലാത്തവനായിരിക്കും. അർത്ഥം, സ്തോത്രം, വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറയുന്ന പ്രകൃതം ഇല്ലാത്തവനായിരിക്കും ബുദ്ധിയുള്ളവൻ. അതിനർത്ഥം താഴ്മയുള്ളവനായിരിക്കും, ക്ഷമയോടെ എന്ത് കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയുന്നവനായിരിക്കും. ആമേൻ. ഇനി ഞാൻ പിന്നെ പറയാം, പട്ടിയെ കടിക്കാതെ രക്ഷപ്പെടുന്ന ടെക്നിക്ക് എന്താണ്? ചിലർക്ക് ഓടാം, ചിലർക്ക് കല്ലെടുത്തെറിയാം, കമ്പെടുത്തടിക്കാം. ഒന്നും ചെയ്യേണ്ട, പട്ടി വരുമ്പോൾ മിണ്ടാതെ നിന്നാൽ മതി. ആമേൻ, സ്തോത്രം. പട്ടിയുടെ വഴിക്ക് പോകും, നമുക്ക് നമ്മുടെ വഴിക്ക് പോകും. ഇത് തിരിച്ചറിയുവാനുള്ള കഴിവാണ് ബുദ്ധി. ആമേൻ, സ്തോത്രം. ശ്രദ്ധിക്കണമേ, ആമേൻ, ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്ന വിധം കണ്ടിട്ടാണ് നമ്മൾ പറയുന്നത്, ആമേൻ, അവന് ബുദ്ധിയുണ്ട്, ആമേൻ, അല്ലെങ്കിൽ അവൾക്ക് ബുദ്ധിയുണ്ട്. വെപ്രാളമില്ലാതെ, പിടിപിടിപ്പില്ലാതെ എല്ലാ കാര്യങ്ങളെയും സാവധാനതയോടെ ചെയ്യുവാൻ കഴിയുന്ന മനുഷ്യൻ ബുദ്ധിയുള്ളവനാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഈ ബുദ്ധിയില്ലാത്തവനെ ആരെന്നാണ് വേദപുസ്തകം പറയുന്നത്? ആമേൻ, ദുഷ്ടനെന്നാണ് വേദപുസ്തകം പറയുന്നത്. ശ്രദ്ധിക്കുക, ആമേൻ, സാവധാനതയുള്ള, ക്ഷമയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന, എന്ത് പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെ ക്ഷമയോടെ, അനുതാപതയോടെ അതിനെ വിശകലനം ചെയ്ത് അതിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ഒരു പ്രശ്നം മുൻപിൽ വരുമ്പോൾ അല്പം ഒന്ന് സൈലൻ്റായി നിൽക്കുന്ന, ആമേൻ, ആ എടുപിടി എന്ന് പറഞ്ഞ് കാര്യങ്ങൾ ചെയ്യാത്ത ഒരു മനുഷ്യന് ബുദ്ധിമാനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ, സ്തോത്രം. ഈ പെട്ടെന്നുണ്ടാകുന്ന, നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആവേശത്തിന്, അതാണ് ശരിയായിട്ടുള്ള വാക്ക്, ഒരു ആവേശത്തിന് തെറ്റ് ചെയ്യുന്നവരാണ് ഈ ലോകത്തിലുള്ള 90% പേരും. ആമേൻ. കൊലപാതകം ചെയ്യുന്നവരോട് ചോദിച്ചാൽ അവർ പറയും, എനിക്കങ്ങനെ ഉദ്ദേശമൊന്നുമില്ലായിരുന്നു, പക്ഷെ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിന് ഞാനങ്ങ് കൊന്നു. ആമേൻ, സ്തോത്രം. ആമേൻ. ഇങ്ങനെ പാപം ചെയ്യുന്ന, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്ന, ദുഷ്ടത പ്രവർത്തിക്കുന്ന എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ, പെട്ടെന്നുണ്ടായ ഒരു ആവേശത്തിന്, പെട്ടെന്നുണ്ടായ ഒരു ചോരത്തിളപ്പിന്, പെട്ടെന്നുണ്ടായ എനിക്കെന്നെ നിയന്ത്രിക്കുവാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ ചെയ്തു പോയി. കൊലപാതകം ചെയ്യുന്നത് ദുഷ്ടതയാണ്, അതുപോലെ സ്വയം കൊല്ലുന്നതും ദുഷ്ടതയാണ്. ആമേൻ, സ്തോത്രം. നോക്കൂ, ആത്മഹത്യ ചെയ്യുന്ന 90% പേരും ആ തീരുമാനമെടുക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. ആമേൻ. പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തിന് മധ്യത്തിൽ അവർ ചിന്തിക്കും, ഇനി എനിക്ക് ജീവിക്കേണ്ട, ആമേൻ, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഇനി എനിക്ക് ജീവിക്കുവാൻ കഴിയത്തില്ല, മരിക്കുന്നതാണ് നല്ലത്. ആമേൻ. മറ്റുള്ളവരെ കൊല്ലുന്നതും ദുഷ്ടതയാണ്, സ്വയം കൊല്ലുന്നതും ദുഷ്ടതയാണ്. കാരണം ബൈബിൾ പറയുന്നു, നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ
ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരം പൊളിക്കുന്നവരെ ദൈവം നശിപ്പിക്കും. ആമേൻ. ഇവിടെ ചത്തിട്ട് ആമേൻ നമ്മൾ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഓർത്തുകൊള്ളുക. ആമേൻ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിക്കണമേ, ബുദ്ധിയുള്ളവനാണ് നീതിമാൻ, ബുദ്ധിയില്ലാത്തവൻ ദുഷ്ടനാണ്. ബുദ്ധിയില്ലാതെ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവൻ, പെട്ടെന്നുള്ള വികാര തള്ളിച്ചയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുന്നവർ, ആമേൻ, സ്തോത്രം, സ്തോത്രം, അവർ ദുഷ്ടന്മാരെന്ന് വേദപുസ്തകം പറയുന്നു. അബ്ശാലോമും അവിധത്തിലാണ് ദുഷ്ടനായി തീർന്നത്. അബ്ശാലോം നേരെ നിന്നാൽ ഓട്ടോമാറ്റിക്കായി അബ്ശാലോമിന്റെ അപ്പന്റെ മേലുള്ള രാജ്യത്വം അബ്ശാലോമിന് തന്നെ വരും. പക്ഷേ ആവേശം, ആമേൻ, പെട്ടെന്ന് തന്നെ രാജാവാകണം, അല്ലെങ്കിൽ രാജാവ് ഇരിക്കുമ്പോൾ തന്നെ രാജാവാകണം. ഒരാവേശം പറയുവാൻ, കൂടെ നിൽക്കുവാനൊക്കെ ആൾക്കാർ കാണും. ഒരാവേശത്തിന് നമ്മെ എടുത്ത് ചാടിപ്പിക്കുവാനൊക്കെ ആൾക്കാർ കാണും. പക്ഷേ ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ, ലോകത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നാം സാവധാനതയോടെ അതിനെ വിശകലനം ചെയ്യുക. വിശകലനം ചെയ്ത് ബുദ്ധിമാന്മാരായി ഇരിക്കുവാൻ ശ്രമിക്കുക. ആമേൻ, സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല നമ്മുടെ മുൻപിൽ നടക്കുന്നതെന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒരിക്കൽ ഒരു മാതാവും തൻ്റെ കുഞ്ഞുമായി ഒരു രാത്രിയിൽ മരിക്കുവാൻ തീരുമാനിച്ച് തങ്ങൾ പാർത്തിരുന്ന ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കടന്നു വന്നു. ഇംഗ്ലണ്ടിലെ ഒരു ഗ്രാമമാണ്. ആമേൻ, സ്തോത്രം. ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് കടന്നു വന്നു. അവർ പട്ടണത്തിലേക്ക് കടന്നു വരുവാനുള്ള കാരണം തങ്ങളെ ആരും കാണാതിരിക്കും, തങ്ങൾ മരിക്കുന്നത് ആരും കാണത്തില്ല. ഒപ്പം അവിടെ വലിയൊരു നദിയുണ്ട്. ആ നദിയിൽ ചാടി വേഗത്തിൽ അവർക്ക് ആത്മഹത്യ ചെയ്യുവാൻ കഴിയും. എന്തിനാണ് അവർ ആത്മഹത്യ ചെയ്യുവാൻ തീരുമാനിച്ചത്? അവരുടെ ഭർത്താവ്, ആ കുഞ്ഞിൻ്റെ അപ്പൻ മരിച്ചുപോയി. അവർ ഒരുപാട് വിഷമത്തിലായി തീർന്നു. എന്നാൽ ഭർത്താവ് മരിച്ചുപോയി. ആ സ്ത്രീയുടെ സങ്കടങ്ങൾ കേൾക്കുവാനോ, അവരുടെ കണ്ണുനീർ കാണുവാനോ, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിൽക്കുവാനോ ആരുമില്ലാതെ കുറ്റപ്പെടുത്തുന്ന ഒരു വലിയ കൂട്ടം അവരുടെ മുമ്പിൽ എഴുന്നേൽക്കുകയുണ്ടായി. പഴയ കാലമാണ്. ആമേൻ. ഒത്തിരി പേർ കുറ്റം പറഞ്ഞു, ഒത്തിരി പേർ പരിഹസിച്ചു, ഒത്തിരി പേർ കളിയാക്കി. ആമേൻ, സ്തോത്രം. നിന്റെ കുഴപ്പമാണ്, നിനക്കിങ്ങനെ തന്നെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ, നീ ചെയ്ത തെറ്റിന്റെ ഫലമാണ്, ആമേൻ, നിന്റെ ജീവിതത്തിൽ നീ നിന്റെ കുഞ്ഞും അനുഭവിക്കുവാൻ പോകുന്നത്, ഇനി നീ നരകിക്കുവാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ എത്ര കേട്ടിട്ടുണ്ടല്ലേ? അതുപോലുള്ള വാക്കുകൾ ഈ സഹോദരി കേട്ടു. അപ്പോൾ ആ സഹോദരി തീരുമാനമെടുത്തു, ഇനി മരിക്കാം, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഈ സ്ത്രീയും, സ്തോത്രം, കുഞ്ഞുമായിട്ട് രാത്രിയിൽ ഈ പറഞ്ഞ, സ്തോത്രം, പട്ടണത്തിൽ ആ നദിയുടെ പാലത്തിന്റെ അരികിൽ എത്തി. ആരും കാണാതെ പാലത്തിൽ ചാടുവാൻ തയ്യാറെടുത്ത് ചുറ്റുപാടും നോക്കുമ്പോൾ, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ആരും കാണാതെ ആ പാലത്തിൽ നിന്ന് ചാടുവാനായി തയ്യാറായി ചുറ്റുപാടും നോക്കുമ്പോൾ തങ്ങളെ തന്നെ തുറിച്ചു നോക്കിയിരിക്കുന്ന രണ്ട് കണ്ണുകളെ അവർ കണ്ടു. ആമേൻ, സ്തോത്രം. പെട്ടെന്ന് തന്നെ അവർ, ആമേൻ, സ്തോത്രം, ആയിരുന്ന സ്ഥാനത്ത് നിന്ന് പിന്നിലേക്ക് മാറുകയുണ്ടായി. ഇവിടെ ഈ പറയുന്ന സംഭവത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം ആണ്. ആമേൻ. ആ കണ്ണുകൾ കണ്ടപ്പോൾ തങ്ങളെ ആരോ കാണുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തന്നെ അവർ അവരുടെ ഉദ്യമത്തെ പെട്ടെന്ന് ഉപേക്ഷിച്ച് മാറുന്നു. അല്ലെങ്കിൽ അവർക്ക് അവരോട് തന്നെ ഒരു ലജ്ജ തോന്നി. അയ്യേ, ഞാനിങ്ങനെ നദിയിൽ ചാടാൻ പോകുന്നതായിട്ട്, ആത്മഹത്യ ചെയ്യാൻ പോകുന്നതായിട്ട് അയാൾ കണ്ടാൽ എന്താ? അല്ലെങ്കിൽ ചാടിയാൽ മതിയല്ലോ. പക്ഷേ പെട്ടെന്നൊരു സ്വയം ഒരു ചെറുതായതുപോലൊരു തോന്നൽ. ആമേൻ. തിരിച്ചറിയുക, നമ്മൾ നമ്മുടെ വിഷയങ്ങളുമായി ആയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളുമായി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ കാണുന്ന അനേക കണ്ണുകളുണ്ട്. അവരുടെ മുമ്പിൽ, ആമേൻ, സ്തോത്രം, നമ്മൾ പലപ്പോഴും അറിയാതെ കൊച്ചാകുകയാണ്. ആമേൻ, സ്തോത്രം. അത് ഒരു പോസിറ്റീവായി എടുക്കുക. ചിലർ നമ്മളെ കാണുവാൻ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ കണ്ണു തുടയ്ക്കുന്നത്. ആമേൻ. പിള്ളേരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കത്തില്ലേ, അവർ കാണുന്നുണ്ട്, കണ്ണു തുടയ്ക്കുക, മോശം, അയ്യേ, നാണക്കേടല്ലേ, നീ ഒരു ആൺകൊച്ചല്ലേ, എന്തിനാ കരയുന്നത്? നമ്മുടെ ഉള്ളിലൊരു ഒരു ചെറുതാകലിന്റെ അനുഭവം ഉണ്ടാകും. അവർ കാണെ കരഞ്ഞാൽ മോശമല്ലേ, അവർ കാണെ കരഞ്ഞാൽ അത്, ആമേൻ, സ്തോത്രം, മോശമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ശ്രദ്ധിക്കണമേ, ആമേൻ, സ്തോത്രം. നമ്മളെ കാണുന്ന ഒരുപാട് കണ്ണുകളുണ്ട്. നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ അവരെയും ബാധിക്കും. അതെപ്പോഴും നമ്മൾ തിരിച്ചറിയുക. എപ്പോഴും നമ്മൾ ഓർക്കുക, നമ്മെ ആരും കാണാതിരിക്കുന്നില്ല. സ്തോത്രം. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഒരു വലിയ പ്രശ്നത്തിലാവുമ്പോൾ എന്നെ ആരും കാണുന്നില്ല, എന്നെ ആരും നോക്കുന്നില്ല, എന്നെ ആരും അറിയുന്നില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മളെ നോക്കുവാനും കാണുവാനും ഒക്കെ ആളുള്ളത് കൊണ്ടാണ് ദൈവം നമ്മെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലാതെ ആരും നോക്കുവാനില്ലാതെ, ആരും കാണുവാനില്ലാതെ, ആരും അറിയുവാനില്ലാതെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കത്തില്ല. കാരണം ബൈബിൾ പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് തിരിച്ചറിഞ്ഞവൻ സർവശക്തനായ ദൈവമാണ്. ആമേൻ, സ്തോത്രം. അപ്പോൾ ആ കണ്ണുകളെ നിങ്ങൾ എപ്പോഴും കാണണം. ആമേൻ. ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോൾ
ചില സ്തോത്രം പ്രഷറിന്റെ മധ്യത്തിൽ ഇനി എന്തിന് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, ചില കണ്ണുകൾ നമ്മെ കാണുന്നുണ്ട്. അപ്പോൾ ആ സംഭവത്തിലേക്ക് വരാം. അങ്ങനെ കുറച്ചു നേരമൊക്കെ ആ സഹോദരി അങ്ങനെ നിന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. ചാടാൻ പറ്റുമോ? പറ്റത്തില്ലേ? അപ്പോൾ ഒരു രക്ഷയുമില്ല, ആ കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം ഈ സഹോദരി കുഞ്ഞിനെയും കൊണ്ട് ആ കണ്ണുകളുടെ ഉടമയുടെ അടുക്കൽ എത്തിച്ചേർന്നു. ഒരു വൃദ്ധനായ മനുഷ്യനാണ്. കേൾക്കണമേ, അവൻ മുഷിഞ്ഞു കീറിയ കമ്പിളിയും പുതച്ച് ആ പാലത്തിന്റെ ഒരു സൈഡിൽ കാറ്റും മഴയും ഏൽക്കാത്തൊരു സ്ഥാനത്ത് ആ മനുഷ്യൻ പാത്തിരിക്കുകയാണ്. ആ മനുഷ്യന്റെ അടുക്കൽ ചെന്നു. ആ തന്നെ തുറിച്ചു നോക്കുന്ന രണ്ട് കണ്ണുകൾ. പറയട്ടെ, ആ സഹോദരി അതുവരെ അനുഭവിച്ച വലിയൊരു വേദനയ്ക്കുള്ള ഒരു റിലീഫ് ആയിരുന്നു. കാരണം തന്നെ കാണുവാൻ, തന്നെ നോക്കുവാൻ, തന്നെ അറിയുവാൻ ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ. ഒരുപാട് നേരമായി രണ്ട് കണ്ണുകൾ തന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നു. ആ കണ്ണുകളുടെ ഉടമയുടെ അടുക്കൽ കടന്നുപോയി ആ സഹോദരി സംസാരിക്കുവാനായി തുടങ്ങി. ആ സഹോദരി സംസാരിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞുറങ്ങി. കുഞ്ഞിനെ മടിയിൽ കിടത്തി സംസാരിച്ചു. പിന്നെയും സംസാരം ഇങ്ങനെ നീണ്ടു പോയി. ആ സഹോദരിക്ക് പറയുവാനുള്ളതെല്ലാം തന്നെ കേൾക്കുവാൻ രണ്ട് കാത് കിട്ടിയപ്പോൾ, തന്നെ കാണുവാൻ രണ്ട് കണ്ണ് കിട്ടിയപ്പോൾ ആ സഹോദരി പറയുവാനായിട്ട് തുടങ്ങി. രാവിലെ നേരം വെളുക്കാറായപ്പോൾ പട്ടണത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് തുളച്ചു ചെല്ലുന്ന അലാറത്തിന്റെ ഒച്ച കേട്ടു. രാവിലെ ഫാക്ടറിയിൽ അടിക്കുന്ന അലാറത്തിന്റെ ഒച്ച. ആ ശബ്ദം കേട്ടത് പെട്ടെന്ന് ആ സഹോദരി ചാടി എഴുന്നേറ്റ് ആ മനുഷ്യനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിനെ സ്കൂളിൽ വിടുവാനുള്ള ആഹാരം പാചകം ചെയ്യേണ്ട സമയമായി ഞാൻ ഇനി ഇവിടെ നിന്നാൽ പറ്റത്തില്ല, എനിക്ക് വേഗം എൻ്റെ കുഞ്ഞിൻ്റെ അടുക്കലേക്ക് പോകണം. ആ സഹോദരി പെട്ടെന്ന് തന്നെ തൻ്റെ മടിയിൽ ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെയും എടുത്ത് തൻ്റെ ഭവനത്തിലേക്ക് കടന്നുപോയി. ശ്രദ്ധിക്കണമേ, എന്തിനാണ് ആ സഹോദരി കടന്നു വന്നത്? മരിക്കുവാനാണ് കടന്നു വന്നത്. എന്നാൽ സ്തോത്രം, ആ അലാറം അവരുടെ ചിന്തയിൽ ഒരു ഉണർത്തുപാട്ടായിരുന്നു. എന്താണ്? സ്കൂളിൽ പോകുവാനുള്ള കുഞ്ഞ് വീട്ടിലുണ്ട്, അവനെ സ്തോത്രം ആഹാരം കൊടുത്തു വിടുവാൻ ഇപ്പോഴേ ഞാൻ എഴുന്നേൽക്കണം, ആഹാരം ക്രമീകരിക്കണം. പിറ്റേന്ന് രാത്രി ഉണ്ടായി. ആ സഹോദരിയും കുഞ്ഞും ഉറങ്ങി. പതിവ് പോലെ സ്തോത്രം ആ സൈറൻ കേട്ടു, ആ അലാറം കേട്ടു. അവൾ എഴുന്നേറ്റു, കുഞ്ഞിനെ സ്കൂളിൽ വിട്ടു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ശ്രദ്ധിക്കണമേ, എന്നാൽ എല്ലാ രാത്രിയിലും ആ സഹോദരി ആത്മഹത്യ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയില്ല. കാരണം അത് വല്ലപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. മറ്റ് എന്നും ഉണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോൾ സ്തോത്രം, ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി നാം ചിന്തിക്കുവാനായി തുടങ്ങും. എനിക്ക് മരിച്ചാൽ മതി, എനിക്ക് ജീവിക്കേണ്ട, ഇങ്ങനെ എത്ര നാൾ ജീവിക്കുവാൻ കഴിയും, ഇങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരും. ശ്രദ്ധിക്കണമേ, ചില ദിവസങ്ങൾ കഴിഞ്ഞു. സ്തോത്രം, അവർ ആ പഴയ ലൈഫിലേക്ക് സെറ്റായി. കുഞ്ഞ് പഠിക്കുവാനായി പോയി. നല്ലവണ്ണം ആ കുഞ്ഞ് പഠിച്ചു. അവന് ആദ്യമായി സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് വന്നത്, ഞാനും എൻ്റെ അമ്മയും മരിക്കുവാൻ പോയ സമയത്ത് ഒരു വൃദ്ധനായ മനുഷ്യനെ കണ്ടുവല്ലോ, അവൻ നരച്ച കീറിയ കമ്പിളി പുതപ്പാണല്ലോ ഇട്ടിരുന്നത്, ആ മനുഷ്യനൊരു നല്ല കമ്പിളി പുതപ്പ് വാങ്ങിക്കൊടുക്കണം. അങ്ങനെ അമ്മയോട് പറഞ്ഞു, ഒരു നല്ല കമ്പിളി പുതപ്പും വാങ്ങി ഈ സ്തോത്രം കുഞ്ഞും അമ്മയും കൂടെ ആ പാലത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നു. ആ പാലത്തിൻ്റെ അവിടെ എത്തിച്ചേർന്നപ്പോൾ ആ സ്തോത്രം അവിടെ ഈ മനുഷ്യനെ കണ്ടില്ല. ആ മനുഷ്യനെ കുറിച്ച് മറ്റുള്ളവരോടൊക്കെ ആ സ്തോത്രം അന്വേഷിക്കുവാനായി തുടങ്ങി. തങ്ങൾ ആ മനുഷ്യനെ കണ്ട കാര്യങ്ങൾ പറയുവാനായി തുടങ്ങി. അപ്പോൾ മറ്റുള്ളവർ കേട്ടവരൊക്കെ ചിരിക്കുവാൻ തുടങ്ങി. അപ്പോൾ ഇവർക്ക് ഒരു ചിന്ത വന്നു, ഇനി സ്തോത്രം ഞങ്ങൾ ആത്മഹത്യ ചെയ്യുവാൻ വന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇവർ ചിരിക്കുന്നതാണോ? അവർ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞു, ഞങ്ങളുടെ കഷ്ടത, ഞങ്ങളുടെ വേദന അത്ര വലുതായതുകൊണ്ടാണ് ഞങ്ങൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് കടന്നു വന്നത്. അവരങ്ങനെ പറയുവാൻ തുടങ്ങി. അവർ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, നീ ആത്മഹത്യ ചെയ്യുവാൻ പോകുന്നതിനെ കുറിച്ച് ഓർത്തല്ല ഞങ്ങൾ കരഞ്ഞത്. നീ സ്തോത്രം പറഞ്ഞു എന്ന് പറയുന്ന നിന്റെ പരാതിയും സങ്കടവും ഒക്കെ ഒരു രാത്രി മുഴുവൻ കേട്ട ആ മനുഷ്യന് സംസാരിക്കുവാനുള്ള കഴിവില്ല, ആ മനുഷ്യന് കേൾവി ശക്തിയില്ല, കണ്ണിനാണെങ്കിൽ നേരാവണ്ണം കാഴ്ചയുമില്ല. ഒരു കാഴ്ചയുമില്ലാത്ത ഈ സ്ത്രീ പറഞ്ഞത് എന്തെന്ന് കേൾക്കുവാൻ കഴിയാത്ത, ഒരു മറുപടി കൊടുക്കുവാൻ കഴിയാത്ത ഒരുവന്റെ തുറന്ന മങ്ങിയ രണ്ട് കണ്ണുകൾക്ക് മുമ്പിൽ ഒരു ജീവിതം മാറ്റപ്പെട്ടു. പ്രിയരെ, തിരിച്ചറിയണമേ, നമുക്ക് മുമ്പിൽ തുറന്നിരിക്കുന്ന ഒത്തിരി കണ്ണുകളുണ്ട്. അത് നല്ലതായിരുന്നാലും അത് മോശമായിരുന്നാലും നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ആ കണ്ണുകൾക്ക് കഴിയും. ഈ ദുഷ്ടൻ, നീതിമാൻ, ഇത് രണ്ടും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്കും ബുദ്ധിയുള്ളവരായി ഇങ്ങനെ മാറാം. നമ്മെ കേൾക്കാനും ഈ ലോകത്തിൽ ആളുണ്ട്. തിരിച്ചറിയുക, നമ്മെ കാണാനും ഈ ലോകത്തിൽ ആളുണ്ട്, നമ്മെ അറിയുവാനും ഈ ലോകത്തിൽ ആളുണ്ട്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, പ്രയോജനമില്ലാത്തതായി ലോകത്തിൽ ദൈവം ഒന്നിനെയും സൃഷ്ടിക്കുന്നില്ല. പ്രയോജനമില്ലാത്തതായി എന്നെയും നിങ്ങളെയും ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമായ അതിനൊരു ഉദ്ദേശമുണ്ട്. ഇന്നല്ല എങ്കിൽ നാളെ ആ
ദൈവിക ഉദ്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും വെളിപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് അർദ്ധരാത്രികൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചതിനെ കുറിച്ചോർത്ത് അന്ന് ആമേൻ സ്തോത്രം ലജ്ജിക്കും വിധത്തിൽ എൻ്റെ ദൈവം തൻ്റെ പദ്ധതികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും നിവർത്തിക്കുക തന്നെ ചെയ്യും. ദൈവം ആമേൻ ആരും കാണാൻ ഇല്ലാത്തവനായി, ആരും കേൾക്കാനില്ലാത്തവനായി, ആരും അറിയാനില്ലാത്തവനായി ആരെയും സൃഷ്ടിക്കുന്നില്ല. ബൈബിൾ അത് വ്യക്തമാക്കുന്നുണ്ട്. 2 ആമേൻ പ്രയോജനമില്ലാത്ത ആരെയും ഒന്നിനെയും ദൈവം സൃഷ്ടിക്കുന്നില്ല. പ്രയോജനമില്ലാത്ത ആരെയും ഒന്നിനെയും ദൈവം ഒരിക്കലും സൃഷ്ടിച്ചിട്ടില്ല, ഇനിയും സൃഷ്ടിക്കത്തില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ദൈവം പ്രയോജനമുള്ളവരായി തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇവിടെയാണ് ബുദ്ധിയുടെ ആവശ്യം. ആമേൻ ശ്രദ്ധിക്കണമേ, ഞാൻ ഇനി പറയുന്നത് ആ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. നിങ്ങൾ ആമേൻ സ്തോത്രം പെട്ടെന്നുള്ളൊരു വികാര തള്ളിച്ചയിൽ, ബുദ്ധി ഇല്ലായ്മയിൽ ഒരു ബുദ്ധിമോശം കാണിക്കുവാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ മാത്രമാണ് ഈ അവസ്ഥയിൽ, എൻ്റെ ജീവിതത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു പരിതാപകരമായ അവസ്ഥ, ഞാൻ മാത്രമാണ് ഇങ്ങനെ ഒരു ദുഃഖത്തിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നത്. ഇതേ ചിന്ത വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഞാനും എൻ്റെ വിജയും കൂടെ രാത്രികളിൽ ആമേൻ നേരം പുലരുന്നത് വരെ ഇരുന്ന് പരസ്പരം നോക്കി കരഞ്ഞിട്ടുണ്ട്. ആമേൻ അന്ന് സ്തോത്രം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ കണ്ണുകളാണ് ഞങ്ങളെ ജീവിതത്തിൽ ശേഷിപ്പിച്ചത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാനൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ആമേൻ എവിടെ പോയി ചാടാം, എങ്ങനെ ചാടാം, കാരണം ഒറ്റപ്പെടൽ അത്രമാത്രം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. ആരും ഞങ്ങളെക്കുറിച്ച് അന്വേഷിക്കുവാനില്ല, ആരും ഞങ്ങളെക്കുറിച്ച് നല്ലത് പറയുവാനോ കേൾക്കുവാനോ ഇല്ല. ഞങ്ങൾക്ക് പറയുവാനുള്ളത് കേൾക്കുവാൻ ആരുമില്ല. വല്ലാത്തൊരു ഏകാന്തത, വല്ലാത്തൊരു ഒറ്റപ്പെടൽ. അതിനേക്കാളുപരി ശുശ്രൂഷയിലേക്ക് ഇറങ്ങിയ സമയങ്ങളിലുണ്ടായ കടുത്ത ദാരിദ്ര്യം. വിജി പലപ്പോഴും പറയും ആമേൻ ബിസ്ക്കറ്റ് വാങ്ങുവാൻ പോലും പൈസ ഇല്ലാതെ, സത്യമാണ്, ബിസ്ക്കറ്റ് വാങ്ങുവാൻ പോലും പൈസ ഇല്ലാതെ ഞങ്ങളിരുന്ന് കരഞ്ഞ രാത്രികളുണ്ട്. അവസാനം ഞങ്ങൾ എടുക്കുന്ന തീരുമാനം ഇത് തന്നെയാണ്, മരിച്ചു കളയാം. ആമേൻ സ്തോത്രം. എന്നാൽ ആമേൻ ഞങ്ങൾക്ക് പ്രതീക്ഷയോടെ നോക്കുവാൻ ഞങ്ങളുടെ കുഞ്ഞുണ്ട്. ആമേൻ ഞങ്ങൾ പ്രതീക്ഷയോടെ ആ കുഞ്ഞിനെ നോക്കും. അവൻ്റെ അടുത്ത് പോയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും ഇവൻ്റെ കണ്ണുകൾക്ക് കാണുവാൻ ഞങ്ങൾ മാത്രമേ ഈ സമയം ഉള്ളൂ. ആമേൻ ആ വെളിച്ചത്തെ ഞങ്ങൾ കെടുത്തി കളയുവാൻ പാടില്ല. ആമേൻ ഇവന് കാണുവാൻ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് കാണുവാനും അവനുണ്ട്. ആമേൻ ആ സമയത്ത് ആമേൻ ദൈവസന്നിധിയിൽ ബുദ്ധിയോടെ ആമേൻ ആ വികാര തള്ളിച്ചയിൽ എന്തെങ്കിലും ചെയ്യാതെ ബുദ്ധിയോടെ ഇരുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഇത്രയും കണ്ണുകൾ ഇപ്പോഴും എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കി നിൽക്കുന്നത്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ സ്തോത്രം. ചില ബുദ്ധി മോശം കാണിക്കാത്തത് കൊണ്ടാണ്, ബുദ്ധി കേടുകൊണ്ട് ദുഷ്ടന്മാരായി തീരാത്തത് കൊണ്ടാണ് ആമേൻ അനേകർക്ക് ആശ്വാസവും അനേകർക്ക് ബലവും അനേകർക്ക് കരുത്തുമായി മാറുവാൻ സർവശക്തനായ ദൈവം ആമേൻ അവസരം നൽകിയത്. അന്ന് ചിന്തിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല എന്തിനാണ് ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ചത്. ഞങ്ങൾ ഏറ്റവും അധികം ചോദിച്ചിട്ടുള്ള കാര്യമാണ്, എന്തിനാണ് ദൈവമേ ഞങ്ങളെ ഇങ്ങനെ സൃഷ്ടിച്ചത്, എന്തിനാണ് ദൈവമേ ഞങ്ങളെ ഇങ്ങനെ ആക്കിയത്, എന്തിനാണ് ദൈവമേ ഞങ്ങളെ ഈ അവസ്ഥയിലൂടെ കടന്നുവിടുന്നത്. ആമേൻ അന്ന് വിശുദ്ധ വേദപുസ്തകം ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, പ്രയോജനമില്ലാതെ ദൈവം ഞങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല. ആമേൻ ദൈവം ആരെയും ഒന്നിനെയും പ്രയോജനമില്ലാതെ സൃഷ്ടിച്ചിട്ടേ ഇല്ല. ആമേൻ അപ്പോൾ തിരിച്ചറിയുക ആ കണ്ണുകൾ. ആമേൻ ബുദ്ധിയുള്ള മനുഷ്യൻ ആ കണ്ണുകളാകുവാൻ വേണ്ടി ശ്രമിക്കുക, ബുദ്ധിയുള്ള മനുഷ്യർ ആ കണ്ണുകളെ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിക്കുക. ആമേൻ കേൾക്കണമേ. ആമേൻ നമുക്ക് മുമ്പിലിരിക്കുന്ന നമുക്കൊപ്പമുള്ള ഒരാളിലേക്ക് അല്പസമയം ഒന്ന് നോക്കുവാൻ കഴിഞ്ഞാൽ അവരുടെ പകുതി പ്രശ്നത്തിനും പരിഹാരമാകും. ആമേൻ സ്തോത്രം. ആമേൻ മറ്റുള്ളവർ നമ്മുടെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ പകുതി പ്രശ്നങ്ങൾക്കും പരിഹാരമാകുവാൻ തുടങ്ങും. ആരും നമ്മെ കാണുവാനില്ല എന്ന് പറയുന്നിടത്ത് നമ്മൾ പറയും നമ്മൾ ഒറ്റയ്ക്കാണ്, നമുക്കൊപ്പം ആരുമില്ല. നമ്മുടെ പങ്കാളിയെ, നമ്മുടെ കൂട്ടുകാരെ, നമ്മുടെ സുഹൃത്തുക്കളെ, ഒപ്പമുള്ളവരെ അല്പസമയം ഒന്ന് നോക്കുവാൻ കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു ബോധ്യം വരും, എന്നെ അവർ കാണുന്നുണ്ട്, എന്നെ അവർ നോക്കുന്നുണ്ട്, എന്നെ കാണുവാൻ കണ്ണുകളുണ്ട്, എന്നെ നോക്കുവാൻ ആളുണ്ട്, എന്നെ അറിയുന്നവർ ഉണ്ട്. ആമേൻ ആ നോട്ടം ചില അറിവുകളുടെ ആമേൻ ബോധ്യപ്പെടുത്തൽ അല്ല വെളിപ്പെടുത്തലാണ്. ആമേൻ അവിധത്തിൽ ബുദ്ധിയുള്ള മനുഷ്യരായിരിക്കുക. കേൾക്കണമേ. അപ്പോൾ ദുഷ്ടൻ ആമേൻ സ്തോത്രം ബുദ്ധിയില്ലായ്മ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരാണ് ദുഷ്ടൻ? ബുദ്ധിയില്ലായ്മ പ്രവർത്തിക്കുന്നവനാണ് ദുഷ്ടൻ, എടുത്തു ചാടുന്നവനാണ് ദുഷ്ടൻ, സാഹസക്കാരനാണ് ദുഷ്ടൻ, എന്തും എടുപിടിയെന്ന് ഇപ്പൊ തന്നെ എല്ലാത്തിനും പരിഹാരം വേണമെന്ന് വെപ്രാളം പിടിക്കുന്നവനാണ് ദുഷ്ടൻ. എന്നാൽ ബുദ്ധിമാനോ അവൻ ക്ഷമയോടെ കാത്തിരിക്കും, തൻ്റെ സമയം വരും. ആമേൻ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബുദ്ധിമാൻ കാത്തിരിക്കും, എനിക്കൊരു സമയം വരും. വേട്ടക്കാരൻ തൻ്റെ ഇരയെ കെണിവെച്ച് കാത്തിരിക്കുന്നത് പോലെ നിശ്ചയമായും ആ കെണിക്കകത്ത് എൻ്റെ ഇര വരും. ആമേൻ സ്തോത്രം. ഒരു പ്രഡേറ്റർ, ഒരു സ്തോത്രം കടുവയോ സിംഹമോ മണിക്കൂറുകളോളം ദിവസങ്ങളോളം ആമേൻ ഒരു സ്തോത്രം അതിൻ്റെ ഇരയുടെ അടുക്കൽ ആ ഇരയെ ഫോളോ ചെയ്ത് ഒന്നിനെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി കാത്തിരിക്കും. നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് കീഴ്പ്പെടുത്തുന്നു, പോകുന്നു, അങ്ങനെയൊന്നുമല്ല. ആമേൻ കടുവ എന്ന ആ പ്രഡേറ്ററിനെ കുറിച്ച് പറയുന്നു. ആമേൻ
10ൽ 9 അറ്റംപ്റ്റും പരാജയപ്പെടും. 10 പ്രാവശ്യം ചാടും, 9 പ്രാവശ്യവും പരാജയപ്പെടും. മണിക്കൂറുകൾ, ചിലപ്പോൾ ദിവസങ്ങളോളം ഒരു ജന്തുവിനെ തന്നെ നോക്കിയതിരിക്കും അതിൻ്റെ ഇരയ്ക്ക് വേണ്ടി. അതിനറിയാം ലക്ഷ്യം തെറ്റാതെ ഒരിക്കൽ ആ ഇര എന്നിലേക്ക് എത്തിച്ചേരും. കാത്തിരിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വച്ചിരിക്കുന്നത് നിശ്ചയമായും നമ്മിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. നോക്കൂ, രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, അസൂയാലുക്കൾ നിങ്ങളെ ജയിക്കുകയില്ല. ആമേൻ. ആര് ജയിക്കുകയില്ല? അസൂയാലുക്കൾ ജയിക്കുകയില്ല. എസ്തേറിന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. ഹാമാന് കോപം വന്നു. ആരോട്? മൊർദെഖായിയോട്. കാരണം എന്താണ്? അവനെ കുമ്പിട്ട് നമസ്കരിക്കുന്നില്ല. ആരുടെ കോപം? ആമേൻ. വെറുതെ വഴി പോക്കുന്ന ഒരുവന്റെ കോപമല്ല. ആമേൻ. വീട്ടിൽ നിന്ന് ആമേൻ തോന്നിയ പാടെ ജീവിച്ച് എങ്ങനെയെങ്കിലും നടക്കുന്ന നശിച്ച ഒരുത്തൻ്റെ കോപമല്ല. അധികാരമുള്ള ഒരുവന്റെ കോപം, അധികാരമുള്ള ഒരുവന്റെ കോപം, ബലമുള്ള ഒരുവന്റെ കോപം. ആമേൻ. സ്തോത്രം. ആ കോപം ആമേൻ കാരണം മറ്റൊന്നുമല്ല, മൊർദെഖായി അവന് മുമ്പിൽ തലകുനിക്കുന്നില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, പലരുടെയും അസൂയയ്ക്ക് കാരണം അത് തന്നെയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് ഇവർ എന്നോട് കോപിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നോട് ഇത്രമാത്രം വെറുപ്പ്? എന്തുകൊണ്ടാണ് ഇവർക്ക് എന്നോട് ഇത്രമാത്രം ദേഷ്യം? എന്താണ് ഞാൻ ഇവർക്ക് തെറ്റായി ചെയ്തത്? തെറ്റായി ചെയ്തതല്ല, അവർ നിന്നെ തലകുനിച്ച് കാണുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. നീ കരയുന്നവളായി കാണുവാൻ, നീ വേദനിക്കുന്നവളായി കാണുവാൻ, നീ തകർന്നവളായി കാണുവാൻ, നീ എന്നും പരാതി പറയുന്ന, എന്നും പരിഭവം പറയുന്ന, എന്നും നിന്റെ ദാരിദ്ര്യം പങ്കുവെക്കുന്ന അങ്ങനെ ഒരുത്തിയായി കാണുവാൻ, അങ്ങനെ ഒരുത്തനായി കാണുവാൻ ലോകം ആഗ്രഹിക്കുന്നു. ആമേൻ. എപ്പോൾ ആമേൻ നീ തല നിവർത്തി നിൽക്കുമോ അപ്പോൾ അവർക്ക് അസൂയ വന്നു തുടങ്ങും. ഹാമാന്റെ ആഗ്രഹം എന്താണ്? മൊർദെഖായിയും എന്റെ മുമ്പിൽ തലകുനിക്കണം. എന്നാൽ മൊർദെഖായിയുടെ ആഗ്രഹം എന്താണ്? ആമേൻ. ഞാൻ ഈ വാതിൽക്കൽ ഇരിക്കുന്നവനായിരിക്കാം, എനിക്കൊരു പൊസിഷൻ ഇല്ല, എനിക്ക് നല്ല ഒരു പദവി ഇവിടെ ഇല്ല, എനിക്കൊന്നുമില്ല എങ്കിലും സ്വർഗത്തിൽ എനിക്ക് സർവശക്തനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് ഞാൻ ആരുടെ മുമ്പിലും ഒന്നിനു മുൻപിലും തലകുനിക്കത്തില്ല. ഇന്ന് പകലും എന്നെ കേൾക്കുന്ന പ്രിയ സഭയെ, ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അധികാരങ്ങൾ കാണത്തില്ല, ഈ ലോകത്തിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ശ്രേഷ്ഠതകൾ കാണത്തില്ല. എന്നാൽ സർവശക്തനായ ഈ ഭൂമിയെയും ഇതിൽ കാണുന്ന സകല ചരാചരത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവരായ ദൈവം ഉയരത്തിൽ എനിക്കും നിനക്കും ഉള്ളത് കൊണ്ട് ആരുടെ മുമ്പിലും ഒന്നിനു മുമ്പിലും തല കുനിക്കേണ്ട കാര്യം ഇല്ലേ ഇല്ല. ആമേൻ. മനുഷ്യന്റെ മുമ്പിലല്ല നമ്മുടെ തല കുനിയേണ്ടത്, ദൈവത്തിന്റെ മുൻപിൽ അത്രേ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. മൊർദെഖായി ആമേൻ സ്തോത്രം ഹാമാന് മുമ്പിൽ തല കുനിക്കാത്തത് കൊണ്ട് ആമേൻ സ്തോത്രം അസൂയ ആമേൻ അസൂയയുണ്ടായി. അസൂയയുടെ ഫലം എന്താണ്? മൊർദെഖായിയെ തൂക്കിക്കളയുവാൻ വേണ്ടി ഹാമാന്റെ ഭാര്യ ഒരു ഉപദേശം കൊടുക്കുകയാണ്. നീ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കി. നോക്കൂ, എസ്തേറിന്റെ പുസ്തകം 5:14 കാണുവാൻ കഴിയും. 50 മുഴം ഉയരമുള്ള ഏകദേശം 125 അടി പൊക്കമുള്ള ഒരു സ്തോത്രം ഒരു കഴുമരം ഉണ്ടാക്കി. അതിൽ നീ മൊർദെഖായിയെ തൂക്കുക. എന്തിനാണ് ഇത്ര ഉയരമുള്ള കഴുമരം? ദേശം പറയണം മൊർദെഖായി തീർന്നു. ഹാമാനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ആമേൻ. പരസ്യക്കോലമാക്കുവാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നിന്നെ കാണിച്ച് നീ തകർന്നതുപോലെ, നീ നശിച്ചതുപോലെ, നീ കരയുന്നത് പോലെ എന്നോട് കളിച്ചാൽ ഇനിയും നിങ്ങൾ നശിക്കുമെന്ന് പറയുവാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കളുണ്ടല്ലോ, അവരുടെ മുമ്പിൽ നിരാശപ്പെടേണ്ട, അവരുടെ മുമ്പിൽ വേദനപ്പെട്ട് തലകുനിക്കേണ്ട. കേൾക്ക്, അവിടെ നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിന്റെ സന്നിധി മൊർദെഖായിയെ പോലെ പ്രാർത്ഥിക്കുന്നവരാണോ? ഉപവസിക്കുന്നവരാണോ? ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണോ? നിന്റെ തല ആമേൻ പട്ടണവാതിൽക്കൽ പരസ്യക്കോലമായി തൂങ്ങിയാടുവാൻ എന്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, എന്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ സ്തോത്രം. നോക്കൂ, 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം 5-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം മൊർദെഖായിയെ തൂക്കുവാൻ കഴുമരം ഒരുക്കുവാനായി ഉപദേശിക്കുന്നത് ആരാണ്? ആമേൻ സേരസ് എന്ന് പറയുന്ന ആമേൻ സ്തോത്രം ഹാമാന്റെ ഭാര്യയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹാമാന്റെ ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ്, നീ 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഉണ്ടാക്കുക, അതിൽ ആമേൻ സ്തോത്രം ആമേൻ മൊർദെഖായിയെ തൂക്കിക്കളയാം. എന്നാൽ 6-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതേ സേരസ് എന്ന് പറയുന്ന ഹാമാന്റെ ഭാര്യ തന്നെ പറയുകയാണ്, ആമേൻ നീ കളിച്ചത് ആമേൻ മൊർദെഖായിയോട് അഥവാ യഹൂദനോടാണ്. അവനോട് നീ കളിച്ചത് കൊണ്ട് നിന്റെ കളി ജയിക്കത്തില്ല. യഹൂദൻ മൊർദെഖായി അവൻ സ്തുതിക്കുന്നവനാണ്, അവൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്. അവരെ തോൽപ്പിക്കുവാൻ നിനക്ക് കഴിയത്തില്ല. ഇന്ന് പകലും എനിക്കൊപ്പമായിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയരെ, സഭയിലായിരിക്കുന്ന പ്രിയരെ, നിങ്ങളെ തകർക്കുവാൻ ഒരു അസൂയക്കാരനും കഴിയത്തില്ല. ഒരു ശാഖ നിങ്ങൾ തകർന്നു കാണുവാൻ, നിങ്ങൾ മുടിഞ്ഞു പോകുവാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യനും, ഒരു ദുഷ്ട മനുഷ്യനും നിങ്ങളെ തകർക്കുവാൻ കഴിയത്തില്ല.
നിങ്ങളുടെ തകർച്ച കാണുവാൻ വേണ്ടി പദ്ധതികൾ ഒരുക്കുന്നവർ തന്നെ വിളിച്ചു പറയുവാൻ പോകുക, നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. നിന്റെ ശത്രുവിനോട് അവനൊപ്പം ചേർന്ന് നിന്നെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുക. സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കുവാൻ പദ്ധതി ഒരുക്കുക. നിന്റെ തലമുറകളെ നശിപ്പിക്കുവാൻ ദേശത്തിൽ പദ്ധതി ഒരുക്കുക. അതേ പദ്ധതികൾ ഒരുക്കി തകർത്ത് കളയുവാൻ കാത്തിരിക്കുന്നവർ തന്നെ വിളിച്ചു പറയുക, അവൻ സ്തുതിക്കുന്നവനായതുകൊണ്ട്, അവൻ ആരാധിക്കുന്നവനായതുകൊണ്ട്, അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായതുകൊണ്ട്, ആമേൻ സ്തോത്രം, അവനെ നശിപ്പിക്കുവാൻ, അവനെ തകർക്കുവാൻ കഴിയത്തില്ല. വാചനം പറയുന്നു, മൊർദെഖായിയെ തൂക്കിക്കളയുവാൻ ഹാമാൻ ഉണ്ടാക്കിയ അതേ കഴുമരത്തിൽ ദൈവം ഹാമാനെ തൂക്കി. ആമേൻ. നിന്നെ പരസ്യക്കോലമായി നിർത്തുവാൻ, നിന്നെ പരസ്യക്കോലമായി മാറ്റുവാൻ തക്കവണ്ണം എഴുന്നു നിൽക്കുന്ന ചിലതിനെ ദൈവം തൂക്കി മാറ്റുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ നിന്റെ ദേശത്തിൽ നിന്ന്, നിന്റെ തൊഴിലിടത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിന്നെ പരസ്യക്കോലമാക്കുവാൻ, നിന്നെ പരിഹാസ വിഷയമാക്കുവാൻ, നിന്നെ നിന്നയാക്കി മാറ്റുവാൻ യേശുവിൻ നാമത്തിൽ ചിലരെ തൂക്കി മാറ്റുക. അപവാദം പറയുന്ന ചിലതിനെ ദൈവം തൂക്കി മാറ്റുക. നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ചിലതിനെ ദൈവം തൂക്കി മാറ്റുക. മാനുഷികമായ പദ്ധതികൾ ഒരുക്കി നിന്റെ പിന്നാലെ കൂടുന്ന ചിലതിനെ ദൈവം തൂക്കി. നിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് ദൈവം ചിലതിനെ തൂക്കി മാറ്റുക. നിന്റെ സന്തോഷത്തിൽ നിന്ന് ദൈവം ചിലതിനെ തൂക്കി മാറ്റുക. നിന്റെ നന്മകളിൽ നിന്ന് ദൈവം ചിലതിനെ തൂക്കി മാറ്റുക. നിന്റെ കുടുംബത്തിൽ നിന്ന് ദൈവം ചിലതിനെ തൂക്കി മാറ്റുക. നിന്റെ പരസ്യ കോലമായി നിർത്തുവാൻ പദ്ധതി ഒരുക്കുന്ന ചിലതിനെ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസനിൽ വിശ്വസ്തരുടെ ആയിരിക്കുന്ന യേശുവിൻ നാമത്തിൽ ആവർത്തിച്ച് പറയട്ടെ, അസൂയക്കാർ നിന്നെ ജയിക്കയില്ല. തീർന്നില്ല. നോക്കൂ, പിശാചിന്റെ പ്രവൃത്തികൾ നിന്നെ ജയിക്കയില്ല. മനുഷ്യന്റെ മാത്രമല്ല, പിശാചിന്റെ പ്രവൃത്തിയും നിന്നെ ജയിക്കത്തേയില്ല. പത്രോസിന്റെ സ്തോത്രം, മത്തായിയുടെ സുവിശേഷം 16-18 വാക്യത്തിൽ ആമേൻ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തു അപ്പോസ്തലനായ പത്രോസിനോട് പറയുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. പിശാചിന്റെ പദ്ധതികൾ ഞാൻ നിന്റെ മേൽ പണിയുന്ന പണിയെ ജയിക്കയില്ല. സഭയെ നോക്കി വിളിച്ചു പറയട്ടെ, ജയിക്കുവാൻ ഒരു പന്ന പിശാചിനെയും ദൈവം അനുവദിക്കത്തില്ല. എന്നെ കേൾക്കുന്ന വിശ്വാസ സഹോദരങ്ങളെ, നിങ്ങളെ നോക്കി വിളിച്ചു പറയട്ടെ, നിങ്ങളിൽ ദൈവം തുടങ്ങിയ ചിലതിനെ പൊളിച്ചു കളയുവാൻ ഒരു പിശാചിനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളിൽ തുടങ്ങിയ, നിങ്ങളുടെ തലമുറകളിൽ തുടങ്ങിയ വാക്തത്വത്തെ മുടിച്ചു കളയുവാൻ, നിങ്ങളിൽ തുടങ്ങിയ വാക്തത്വത്തെ മുടിച്ചു കളയുവാൻ, നല്ല ഭാവിയെന്ന, നല്ല അനുഗ്രഹമെന്ന, നല്ല വിദ്യാഭ്യാസമെന്ന, നല്ല ജീവിതമെന്ന, നല്ല ശുശ്രൂഷയെന്ന യേശുവിൻ നാമത്തിൽ ദൈവം പണിതു തുടങ്ങിയ, നീ എൻ്റെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ ആ വെളിപ്പാടിന്മേൽ പണിതു തുടങ്ങിയ, എൻ്റെ ദൈവം പണിതു തുടങ്ങിയ ചിലതിന് പൊളിച്ചു കളയുവാൻ എഴുന്നു നിൽക്കുന്ന പാതാള ഗോപുരങ്ങൾ, അതെ, ആ പാതാള ഗോപുരങ്ങളോടായി എൻ്റെ ദൈവം പറയുക, ആ പാതാള ഗോപുരങ്ങൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. കേൾക്ക്, ആ പാതാള ഗോപുരങ്ങൾ, അതെ, ആ പിശാചിനും അവന്റെ പദ്ധതികൾക്ക് നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. മനുഷ്യന്റെ പദ്ധതികൾക്ക് മാത്രമല്ല, പിശാചിന്റെ പദ്ധതിക്കും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. നീ ദൈവത്താൽ ആരംഭം കുറിച്ച ഒന്നിനെയും പൊളിക്കുവാൻ എൻ്റെ ദൈവം ആരെയും അനുവദിക്കത്തില്ല. ആമേൻ. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, നീ ദൈവത്താൽ ആമേൻ ആമേൻ ആ ദർശനത്തിന്റെ വെളിച്ചത്തിൽ ആരംഭിച്ച ഒന്നിനെയും തകർക്കുവാൻ, മുടിക്കുവാൻ ഈ ലോകത്തിൽ ഒരു പന്ന പിശാചിനും കഴിയത്തേയില്ല. നിന്റെ തുടക്കങ്ങൾക്ക് ഒടുക്കം വയ്ക്കുന്നത് പിശാചല്ല, സർവശക്തനായ ദൈവമത്രേ. ഒടുക്കമല്ല, അവൻ പൂർത്തീകരണം വരുത്തും. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സ്തോത്രം. നോക്കൂ, ആ പിശാചിന്റെ പദ്ധതിയെക്കുറിച്ച് തൊട്ടടുത്ത അധ്യായത്തിൽ ഒരു പിതാവിന്റെ വാക്കുകളെ നമുക്ക് കാണുവാനായി കഴിയും. മത്തായിയുടെ സുവിശേഷം 17-15 ഒരു പിതാവ് വേദനയോടെ പറയുന്നു, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചാന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിൽ ആയി പോകുന്നു. പിശാചിന്റെ പദ്ധതിയാൽ പിടിക്കപ്പെട്ട് വീണുപോയൊരു തലമുറയെക്കുറിച്ച് അപ്പൻ പറയുക, അവൻ വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു, വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. മക്കൾ വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. അവർ പിശാചിനാൽ പിടിപ്പെട്ടിരിക്കുന്നു. ഭാവി കഷ്ടത്തിലായി പോകുന്നു. ഭർത്താവ് കഷ്ടത്തിലായി പോകുന്നു. പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. തലമുറകളുടെ വിദ്യാഭ്യാസം പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. നന്മകൾ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചെടുക്കുവാൻ, പുറത്തു വരുവാൻ കഴിയാത്ത വിധത്തിൽ സന്തോഷവും നല്ല നാളുകളും പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. കേൾക്ക്, ആ പിശാചിനെ പുറത്താക്കി എൻ്റെ കർത്താവ് അവന്റെ പദ്ധതിയിൽ നിന്ന് നിന്നെ, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ വീണ്ടെടുക്കുവാൻ പോകുക.
യേശുവിൻ നാമത്തിൽ. 17-18 പറയുന്നു, യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലന് ആ നാഴിക മുതൽ സൗഖ്യം വന്നു. ചിലതിന് മേൽ പിടിമുറുക്കിയ ഭൂതം വിട്ടുമാറുവാൻ പോകുക. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കുക. ആമേൻ. ചില ഭൂതങ്ങൾ വിട്ടുപോകുക. പിടിമുറുക്കിയ ചില ഭൂതങ്ങൾ, കീഴ്പ്പെടുത്തിയ ചില ഭൂതങ്ങൾ. യാസ് മദ്യം എന്ന ഭൂതം, ലഹരി എന്ന ഭൂതം, കൂട്ടുകെട്ടുകൾ എന്ന ഭൂതം, യാസ് പരാജയം എന്ന ഭൂതം, ഓ റീധാര ശക രോഗം എന്ന ഭൂതം, കടം എന്ന ഭൂതം, നിന്ന എന്ന ഭൂതം, റാധി ശക റദരെ ശന്ധാരകന യേശുവിൻ നാമത്തിൽ. ആമേൻ. ഒരു പിശാചിനും അവന്റെ പദ്ധതിക്കും നിന്നെ ജയിക്കുവാൻ കഴിയത്തില്ല. അവൻ ആ പിശാചിനെ പുറത്താക്കും. ഓ റീധാര ശക റദരെ ശന്ധാരകന യേശുവിൻ നാമത്തിൽ. കേൾക്കണമേ, ബൈബിൾ പറയുന്നു ദുഷ്കർമ്മികൾ നിന്നെ ജയിക്കയില്ല. ശ്രദ്ധിച്ചു കേൾക്ക്, ദുഷ്കർമ്മികൾ നിന്നെ ജയിക്കയില്ല. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സമയത്ത് ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. കേൾക്കണമേ, ചില കൽദയർ അടുത്തു വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തി. ആമേൻ. ആ കൽദയരിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? കേൾക്കേ, സ്തോത്രം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ രാജാവിനോട് സ്വപ്നം അറിയിപ്പാൻ മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും ക്ഷുദ്രക്കാരെയും കൽദയരെയും വിളിപ്പിപ്പാൻ രാജാവ് കൽപ്പിച്ചു. കൽദയർ ആരാണ്? ആമേൻ. മന്ത്രവാദികളുടെയും ക്ഷുദ്രപ്രയോഗകന്മാരുടെയും തലവന്മാർ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. വിരോധമായി മാറിയതാരാണ്? ആമേൻ. മന്ത്രവാദികളുടെയും ക്ഷുദ്രപ്രയോഗകന്മാരുടെയും തലവന്മാർ. നാവുകൊണ്ടും വാക്കുകൊണ്ടും എതിർക്കുവാൻ കഴിയാത്ത വിധത്തിൽ ആഭിചാരങ്ങളിലൂടെ തകർത്ത് കളയുവാൻ, മുടിച്ചു കളയുവാൻ എഴുന്നേൽക്കുന്ന ദുഷ്ടമനുഷ്യരോട്, ആമേൻ. സ്തോത്രം, ദുഷ്കർമ്മികളോട് എങ്ങനെ എതിർത്തു നിൽക്കണം? അവരുടെ മുമ്പിൽ എങ്ങനെ ജയിക്കുവാൻ കഴിയും? വേദനപ്പെട്ട് നിരാശപ്പെട്ടായിരിക്കുന്നു. കേൾക്ക്, ആ ദുഷ്കർമ്മികൾ, അവരുടെ മന്ത്രവാദങ്ങൾ, അവരുടെ ആഭിചാരങ്ങൾ നിന്നെ ജയിക്കുകയില്ല. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ആമേൻ. ആ ശത്രു നിന്നെ ജയിക്കുകയില്ല. ശദ്രക്കിനെയും മേശക്കിനെയും അബേദ്നെഗോവിനെയും ദാനിയേലിനെയും ജയിക്കുവാൻ കഴിയാത്ത ദുഷ്കർമ്മികൾക്ക് ഇന്ന് ഈ സമയം ദൈവസന്നിധിയിലായിരിക്കുന്ന പലതും, ലോകത്തിലെ പലതും വേണ്ടെന്ന് വെച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ചേർന്നായിരിക്കുന്ന നിന്നെയും ജയിക്കുവാൻ കഴിയത്തില്ല. അതേ, ദേശത്തിലെ മന്ത്രവാദികൾ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. ആമേൻ. ആ വിചാരകന്മാർ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. ലക്ഷണ വിദ്യക്കാർ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. ശപിക്കുവാൻ വായ് തുറക്കുന്നവർ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. നശിപ്പിക്കുവാൻ വായ് തുറക്കുന്നവർ നിനക്ക് മുമ്പിൽ പരാജയപ്പെടും. കാരണം സർവ ശക്തനായ ദൈവം ശദ്രക്കിനും മേശക്കിനും അബേദ്നെഗോവിനും വേണ്ടി തീയിൽ ഇറങ്ങി നിന്നതുപോലെ, ഓ ദുഷ്ടമന്ത്രവാദികളാൽ, ആ വിചാരകന്മാരാൽ ഒഴിവാക്കപ്പെടുന്ന ആ തീക്കുണ്ടത്തിനകത്ത് എന്റെ ദൈവം ഇറങ്ങി നിൽക്കും. ആമേൻ. ഹല്ലേലൂയ. അവർ ജയിക്കയില്ല എന്ന് മാത്രമല്ല, ആവർത്തിച്ച് പറയുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവർ പരാജയപ്പെടുന്നിടത്ത് നീ ജയിക്കും. സഭയെ, നിന്നോടുള്ള ദൂത. ആമേൻ. യേശുവിൻ നാമത്തിൽ. ദേശത്തിലെ മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗകന്മാരും പരാജയപ്പെടുന്നിടത്ത് നീ ജയിക്കുവാൻ പോകുക. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വിരോധമായി എഴുന്നേറ്റ മന്ത്രവാദികളും ശകുനവാദികളും പരാജയപ്പെട്ടു പോകുന്ന ചില മൊമെന്റിൽ നിന്നെ ദൈവം ജയത്തോടെ നിർത്തുവാൻ പോകുക. ദേശത്തിലെ മന്ത്രവാദികൾ പരാജയപ്പെടുന്ന സ്ഥാനത്ത്, ഓ റാധാന ശഖ റദരെ ശന്ധാരകന, നിന്നെ ദൈവം ജയാളിയാക്കി തീർക്കുക. ചില രോഗങ്ങളുടെ മുൻപിൽ, ആമേൻ, മന്ത്രവാദങ്ങളും പൂജകളും കർമ്മങ്ങളുമായി നടന്ന് വിട്ടുമാറാത്ത രോഗമുള്ള ഭവനങ്ങൾക്കകത്തേക്ക് ചിലരെ എന്റെ കർത്താവ് അയക്കുവാൻ പോകുക. ആമേൻ. ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ എന്റെ കർത്താവ് അയക്കുവാൻ പോകുക. ആ റാധി ശഖ റദരെ ശന്ധാരകന, മന്ത്രവാദികൾ കയറി ഇറങ്ങിയ ഭവനങ്ങൾക്കകത്തേക്ക്, ഓ റീധാര ശഖ, മന്ത്രവാദികൾ കയറി ഇറങ്ങുന്ന ദേശത്തിലെ ചില ഭവനങ്ങൾക്കകത്തേക്ക്, മന്ത്രവാദികൾ കൊണ്ട് അഴിച്ചു വിടുവാൻ കഴിയാത്ത, മന്ത്രവാദികളെ കൊണ്ട് പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത, മന്ത്രവാദികളെ കൊണ്ട് വിടുതൽ നിൽക്കുവാൻ കഴിയാത്ത ചില വ്യക്തികളുടെ അടുക്കലേക്ക്, ചില തലമുറകളുടെ അടുക്കലേക്ക് എന്റെ ദൈവം നിന്നെ അയക്കുക. യേശുവിൻ നാമത്തിൽ. ഭവനത്തിലെ ചില ഓ റാധാന ശഖ, ദേശത്തിലെ ചില ഭവനങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക. നീ ആയിരിക്കുന്ന രാജ്യത്തിൽ നിനക്ക് വേണ്ടി മന്ത്രവാദികൾ പരാജയപ്പെടുക. നീ ജയിക്കുവാൻ വേണ്ടി, ജീവനുള്ള ദൈവത്തിന്റെ നാമത്തിൽ ബന്ധിക്കപ്പെട്ട ചിലതിനെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി, മനുഷ്യനും പിശാചിനും മന്ത്രവാദിക്കും ആഭിചാരകനും പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത വിധത്തിൽ വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട, 11 വർഷങ്ങളായി ബന്ധിക്കപ്പെട്ട റാധാന ശഖ റദരെ, ആ തലമുറയെ പുറത്തു കൊണ്ടുവരുവാൻ ആ റാധാന ശഖ റദരെ ചില വാതിലുകൾ തുറക്കുക. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നീ പ്രാർത്ഥിക്കുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുമ്പോൾ മന്ത്രവാദികൾക്ക് കഴിയാത്തത്, നീ
കാൽ ചവിട്ടുമ്പോൾ ഓ റീദാരാധന ശഖ റതരെ ശന്ധാരകന ധീബൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ ആമേൻ സ്തോത്രം. നീ കാൽ ചവിട്ടുമ്പോൾ ചിലരെ എൻ്റെ ദൈവം പരാജയപ്പെടുത്തും. നീ കാൽ ചവിട്ടുമ്പോൾ ആമേൻ സ്തോത്രം. ഇത് വെറും വാക്കല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിക്കുന്ന വാക്കുകൾ അല്ല, ഞങ്ങളുടെ സാക്ഷ്യങ്ങളാണ്. ആമേൻ. കഴിഞ്ഞ ഏകദേശം 3 മാസത്തിന് മുമ്പാണെന്ന് തോന്നുന്നു. ആമേൻ സ്തോത്രം. ഞങ്ങൾ സ്തോത്രം ഇവിടെ നിന്ന് ഒരു ഭവനത്തിലേക്ക് കടന്നു പോവുകയുണ്ടായി. ആ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഞങ്ങൾക്കൊപ്പം ജിത്തു ഉണ്ടായിരുന്നു, ശ്യാം ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് ഒരു ഭവനത്തിൽ കടന്നുപോയി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആ ഭവനത്തിലെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു. അവിടെയുള്ള സഹോദരൻ ആമേൻ വിദേശത്ത് വളരെ വർഷങ്ങളായി നല്ല നിലയിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു. സാമ്പത്തികമായ ഒരു പ്രശ്നത്തിന്റെ പേര് പറഞ്ഞ് ആമേൻ ചില വ്യക്തികൾ ചേർന്ന് അദ്ദേഹത്തിന് വിരോധമായി നിന്ന് അദ്ദേഹത്തിന് എതിരെ ഒരു കേസ് കൊടുത്തു. ആമേൻ. അല്ലെങ്കിൽ അന്ന് പോയ സമയത്ത്, ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ പോയ സമയത്ത് കേസ് കൊടുത്ത് അദ്ദേഹത്തിന് വിരോധമായി നിൽക്കുന്ന സമയം അവർക്ക് ആമേൻ ആ സ്തോത്രം അവരുടെ ആ മാനസികമായ ബുദ്ധിമുട്ട് കടന്നു വരുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥ, അങ്ങനെ വല്ലാത്ത ഭാരം. ഞങ്ങൾ അവിടെ കടന്നുപോയി പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായത്തിലൂടെ ആ കുടുംബത്തോട് സംസാരിച്ചു. ആവർത്തിച്ച് ആ കുടുംബത്തോട് ഞാൻ 2 കാവലുകളെ ആമേൻ സ്തോത്രം ആമേൻ വീഴ്ത്തി, അല്ലെങ്കിൽ ആ കാവലുകളെ കടത്തി ദൈവം ആ സഹോദരനെ പുറത്തു കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ അന്ന് ആമേൻ ആ സഹോദരൻ അങ്ങനെ ഒരു കാവലിനകത്ത് അല്ലെങ്കിൽ ഒരു ജയിലിന്റെ അനുഭവത്തിലല്ലായിരുന്നു, പുറത്തായിരുന്നു. ആമേൻ. എങ്കിലും ഞാൻ വീട്ടിൽ വന്നിട്ട് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ആ സഹോദരൻ ജയിലിലൊന്നും അല്ലല്ലോ, നീ എന്തിനാണ് അങ്ങനെ എന്നോട് പറയുവാൻ പറഞ്ഞത്? ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിച്ചത് അതാണല്ലോ, അവരെന്ത് കരുതി കാണും? അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ നിന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതി. പറഞ്ഞതിനെ പറഞ്ഞാൽ അതിൻ്റെ സ്തോത്രം നിവർത്തിക്കുന്ന, അതിനെന്ത് ചെയ്യണമെന്ന് അറിയുന്ന ഒരു കർത്താവുണ്ട്. ആമേൻ സ്തോത്രം. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ സഹോദരന് ട്രാവൽ വാൻ വന്നു. നാട്ടിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയായി ആ സഹോദരൻ ജയിലിലായി. ആമേൻ സ്തോത്രം. 2 നിലയിലുള്ള കേസുകൾ ആ സഹോദരന് വിരോധമായി ഉണ്ടായി. ഒന്ന് സാമ്പത്തികമായ തട്ടിപ്പും, 2 ആമേൻ സ്തോത്രം ഒരു കൂട്ടം പേർ സഹോദരന് വിരോധമായി കള്ളസാക്ഷി പറഞ്ഞു. 2 നിലകളിലുള്ള ആ കേസ്, 2 നിലകളിൽ ആ സഹോദരൻ ജയിലിലായി. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പ്രാർത്ഥനയായിരുന്നു. വലിയ പ്രതിസന്ധിയായിരുന്നു. തിരികെ വരുവാൻ കഴിയാത്ത അവസ്ഥ. ജയിലിലായി പോകും, അവിടെ ആയിപ്പോയാൽ തിരികെ വരുവാൻ കഴിയത്തില്ല. എന്നാൽ 2 ദിവസത്തിന് മുമ്പ് അവിടെ നിന്ന് ഫോൺ കോൾ വന്നു, ആ കേസ് തള്ളിപ്പോയി എന്ന് പറയുകയുണ്ടായി. ആമേൻ. കഴിഞ്ഞ തവണ നമ്മൾ ഒരുമിച്ച് പോയത് ആമേൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. വേഗത്തിൽ ആ സഹോദരൻ നാട്ടിലെത്തിയതുപോലെ നമ്മൾ സ്തോത്ര പ്രാർത്ഥനയ്ക്കായി കടന്നു പോകും. ആമേൻ സ്തോത്രം. ശത്രുവിനെ പരാജയപ്പെടുത്തി നമ്മെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ശത്രുവിന്റെ പദ്ധതികളെ പരാജയപ്പെടുത്തി നിന്നോട് കാൽ വയ്ക്കുവാൻ പറയുന്ന സ്ഥാനത്ത്, നിന്നോട് കടന്നു പോകുവാൻ പറയുന്ന സ്ഥാനത്ത് നീ കടന്നു പോകുമെങ്കിൽ അവിടെ നിന്നെ ജയാളിയാക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടെ നിന്നെ യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ദാനിയേൽ രാജാവിനോട് പറയുക, രാജാവേ, 2-ാമത്തെ വാക്യത്തിൽ നിന്റെ മുമ്പിലുള്ള വിദ്വാൻമാർക്കും ശകുനവാദികൾക്കും മന്ത്രവാദികൾക്കുമൊന്നും ഈ രഹസ്യം വെളിവായി വരത്തില്ല. ആമേൻ. അതൊരു വെറും വാക്ക് പോലെ നിങ്ങൾക്ക് തോന്നാം. എന്നാൽ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 46-47 വാക്യങ്ങൾ വായിക്കുമ്പോൾ രാജാവ് എഴുന്നേറ്റ് അവന് മുമ്പിൽ സാഷ്ടാംഗം വീണിട്ട് പറയുക, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന നിന്റെ ദൈവം വലിയവൻ. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന നിന്റെ ദൈവം വലിയവൻ. ഓ റാധാന ശഖാരധരെ, ചില കെട്ടുകളെ വെളിപ്പെടുത്തുന്ന, ഓ റാധിയ ശഖ, പുറത്തു വരുവാൻ കഴിയാതെ ദേശത്തിൽ ചിലതിനെ ബന്ധിച്ചൊതുക്കിയിരിക്കുന്ന റാധാന ശന്ധാരകന ധീബൽ ബൗഡ ശന്ധോർഗന യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുവാൻ പോകുക. തകർച്ചയുടെ രഹസ്യങ്ങൾ വെളിപ്പെട്ട് വരുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ജയിക്കത്തില്ല, മന്ത്രവാദി ജയിക്കത്തില്ല, ആഭിചാരകൻ ജയിക്കത്തില്ല, ദുഷ്ടമനുഷ്യൻ ജയിക്കത്തില്ല, അസൂയക്കാരൻ ജയിക്കത്തില്ല. യേശുവിൻ നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്നെ പുറത്തു വിടത്തില്ല എന്ന്, നിന്റെ ജീവിതത്തിൽ നല്ലതുണ്ടാകത്തില്ല എന്ന്, നിന്നെ നന്മ കാണുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന അസൂയക്കാരൻ യേശുവിൻ നാമത്തിൽ നിനക്ക് വിരോധമായി, സഹോദരി നിനക്ക് വിരോധമായി, നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി അസൂയോടെ എഴുന്നേൽക്കുന്ന ചിലർ യേശുവിൻ നാമത്തിൽ നിനക്ക് മുമ്പിൽ പരാജയപ്പെടുവാൻ പോകുക. ചിലരെ ദൈവം തൂക്കി മാറ്റുവാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ഭാവിക്ക് വിരോധമായി, നിന്റെ മുൻപോട്ടുള്ള ജീവിതത്തിന് വിരോധമായി, നിന്റെ തലമുറകൾക്ക് വിരോധമായി അസൂയോടെ നിൽക്കുന്ന നീ തലകുനിച്ച് കാണണമെന്ന്, നീ ചിലരുടെ ഇഷ്ടത്തിന് പോയി നിന്നു കൊടുക്കണമെന്ന്, യേശുവിൻ നാമത്തിൽ നീ ചിലരുടെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെടണമെന്ന്, യേശുവിൻ നാമത്തിൽ ആ അസൂയക്കാരൻ നിനക്ക് മുമ്പിൽ
പരാജയപ്പെടുക, അവന്റെ പദ്ധതികൾ പരാജയപ്പെടുക, ദേശത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനുള്ള പദ്ധതികൾ പരാജയപ്പെടുക, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനുള്ള പദ്ധതികൾ, സഭയിൽ നിന്ന് ഒറ്റപ്പെടുത്തുവാനുള്ള പദ്ധതികൾ, നിന്നെ ഈ ലോകത്തിൽ നിന്ന് മാറ്റുവാനുള്ള പദ്ധതികൾ. ഓ റാധിയാഷക, ദുഷ്ടമനുഷ്യൻ, വഞ്ചനയുള്ള ദുഷ്ടമനുഷ്യൻ, ചതിയുള്ള ദുഷ്ടമനുഷ്യൻ, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആ മനുഷ്യൻ നിന്നെ ജയിക്കത്തില്ല. നിന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന പിശാച് നിന്നെ ജയിക്കത്തില്ല. ആ രോഗം നിന്നെ ജയിക്കത്തില്ല. റാധിയാഷക റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ ഈ പകലും ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ ശത്രു പരാജയപ്പെടുവാൻ പോകുക, ആ ദുഷ്ടൻ പരാജയപ്പെടുവാൻ പോകുക, അവന്റെ പദ്ധതികൾ പരാജയപ്പെടുവാൻ പോകുക, അവന്റെ ആലോചനകൾ. ഓ റാധിയാഷക റദരെ ഷന്ധാരകന ദീപൽ ബൗഡ ഷന്ധോരകന യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. യേശുവിൻ നാമത്തിൽ ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നവർ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ആ ശത്രു പരാജയപ്പെടുക, ആ ദുഷ്ടൻ പരാജയപ്പെടുക, അസൂയാല് പരാജയപ്പെടുക. ഓ ചിലത് തൂക്കി മാറ്റപ്പെടുക, ചിലത് പുറത്താകുക. യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഈ ജനത്തെ കടകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആയിരിക്കുന്ന സ്ഥാനങ്ങളൊക്കെ സാന്നിധ്യം അവർ അനുഭവിച്ചുവല്ലോ. ശത്രുവിനെ ജയിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഇവരെ അങ്ങ് ജയാളിയാക്കി നിർത്തിയ കൃപയ്ക്കായി ഞങ്ങളൊക്കെ സ്തുതിക്കുന്ന കർത്താവേ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം, മാറ്റമില്ലാത്ത വചനം മുഴങ്ങിക്കേട്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചവർ ദൈവിക വിടുതലുകളെ സാക്ഷ്യങ്ങളായി അറിയിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.